ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആരാന്ന് ഞാൻ പറയില്ല. ക്യാമറമാൻ എന്നോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കൂ, എന്റെ റിയാക്ഷനിൽ നിങ്ങൾക്ക് ആളെ പിടിയിട്ടു. മഞ്ജു, നമ്മളിന്ന് കൊച്ചിയിലാണോ? അല്ല. നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ വന്നാണോ? അല്ല. പിന്നെന്താ പരിപാടി? പറയില്ലോ. ഈ റിയാക്ഷൻ അത്ര പെർഫെക്റ്റ് ആയിട്ടുണ്ടാവില്ല, പക്ഷെ ഏതാണ്ട് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആളെ പിടിയിട്ട് കാണും ഇല്ലേ? അപ്പോൾ ആളുടെ വീട്ടിലാണ് ഇന്ന്. ഇന്റർവ്യൂ അല്ല, ഹോം ടൂർ ആണ്. ആൻഡ് ഹോം ടൂറിൽ നമ്മുടെ ഗസ്റ്റ് അല്ല, അതെ ഹോസ്റ്റ്, ആക്ച്വലി നമ്മളാണല്ലോ ഗസ്റ്റ് അല്ലേ. ഹോസ്റ്റിനെ കാണാൻ നമ്മൾ അകത്തേക്ക് കയറുകയാണ് ഗൈസ്. ആൻഡ് ദി ഹോസ്റ്റ് ഈസ്, അല്ല വേണ്ട നമുക്ക് വിളിക്കാം, കുട്ടൻചേട്ടന്റെ ഭാര്യയെ. കുട്ടൻചേട്ടന്റെ ഭാര്യ വേഗം വരൂ. ഞാൻ ആദ്യം ഒന്നാ അല്ല ഇല്ല കിട്ടുമൊക്കെ, പക്ഷെ ശരിയായില്ല. സുഖല്ലേ രശ്മി ചേച്ചി? അല്ല ഒന്ന് നീട്ടിട്ടെ. ഇല്ല എന്നിട്ട് കുട്ടൻചേട്ടന്റെ ഫോട്ടോ വല്ലതും ചോദിക്കുന്നതിന് ഉത്തരം ഞാൻ ചോദിക്കാം. കുട്ടൻചേട്ടന്റെ ഫോട്ടോ വല്ലതും? അപ്പൊ രശ്മി ചേച്ചിയാണ് ഇന്നത്തെ നമ്മുടെ ഹോസ്റ്റ്. ഗസ്റ്റ് അല്ല കേട്ടോ, ഹോസ്റ്റ്. രശ്മി ചേച്ചിയുടെ വീട്ടിലാണ്, കായംകുളത്താണ്. അപ്പൊ ഇന്ന് ഹോം ടൂർ ആണ്. വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. രശ്മി ചേച്ചി വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. ഇത് ഞങ്ങൾക്ക് കുത്തിത്തരട്ടെ? കുത്തിക്കോ. ചാൻസടാ, ഇത് ഞങ്ങളെ വീട്ടിലേക്ക് വിളിക്കും. കേറിക്കോ. വലത് അങ്ങനെ കേറാ. വലതാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ആക്കുമല്ലോ. വാ കേറി വാ. അപ്പൊ ഇതാണ് രശ്മി ചേച്ചിയുടെ വീട്. ഇതാണ് കായംകുളത്ത്. ഒറിജിനൽ കുട്ടേട്ടാ നമ്മുടെ പുറകിൽ നിൽക്കണ്ടായിരുന്നല്ലോ. എവിടെ ഏട്ടാ? ഒറിജിനൽ കുട്ടൻചേട്ടനാണ് നമുക്ക് കാണേണ്ടതെന്നല്ലേ. ഇതാണ് വീടിന്റെ ലിവിംഗ് റൂം അല്ലേ? ഹലോ, ഇതാണ് കുട്ടൻചേട്ടന്റെ ഭാര്യ എന്ന് വിളിക്കുമ്പോ വിഷമമൊന്നുമില്ലല്ലോ അല്ലേ? ഒറിജിനൽ കുട്ടൻചേട്ടന്റെ പേര് അനിൽകുമാർ എന്നല്ലേ? അനിൽ അല്ലേ? ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞല്ലോ. ഇവിടെ ഞാനോട് പിന്നെ ഇതിങ്ങനെ അടി പേടിയാവോ? ഇല്ല, വീഴത്തില്ല. ഉറപ്പാണോ? ഏട്ടൻ ഇവിടെ കിടക്കുന്ന വീഴത്തില്ല. ഏട്ടനെ ഇത് എത്ര നാളായി? പുതിയ വീടല്ലേ? ഇപ്പൊ 1.5 വർഷത്തെ പഴക്കമുള്ളൂ. വീട് വെക്കുമ്പോ ഉണ്ടല്ലോ, അത് ഇവിടെ തന്നെ വെക്കാം, അങ്ങനെ പ്ലാനുകൾ ഉണ്ടാവുമല്ലോ. ഈ കായംകുളം തന്നെ തെരഞ്ഞെടുത്തതിന് കാരണം എന്താ? ഞങ്ങള് തിരുവനന്തപുരത്ത് വീടൊക്കെ മേടിക്കാൻ എല്ലാം സെറ്റായിരിക്കാം. അപ്പം ഒരു ദിവസം ഈ നമ്മള് അതിൻ്റെ ആൾക്കാരെയൊക്കെ കണ്ട് അതിൻ്റെ പേപ്പേഴ്സൊക്കെ വാങ്ങി എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിന്നപ്പോൾ രാത്രി കിടന്നു കഴിഞ്ഞപ്പോൾ ഒരു തോന്നൽ, നമുക്ക് കായംകുളത്ത് ഒരു വീട് വെച്ചിട്ട് പിന്നെ തിരുവനന്തപുരത്ത് വെച്ചാൽ പോരെയായിരുന്നു. അത് ശരിക്കും തോന്നിയതാണോ? അത് വെറുതെ കളിയാണോ? ഞാൻ വിചാരിച്ചു ഞാനിനി അത് ചോദിച്ചത് പൊട്ടത്തിനായി പോയി ഭഗവാനെ, എന്റെ ട്രോള് വേണോന്ന്. എനിക്കിപ്പോ സത്യം പറഞ്ഞ ആൾക്കാർ ട്രോളുന്നത് സീരിയസ് ആയിട്ട് പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. സത്യം. അപ്പൊ അത് സത്യസന്ധമായ കാര്യമാണ്. കുടുംബം വിട്ട് നമുക്ക് ഇവിടെ ഇത് വന്നിട്ട് മതി എന്നുള്ള രീതിയാണ്. അല്ല, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇവിടെയാണ്, കായംകുളം? ഞങ്ങളിപ്പോ ഇവിടെ തന്നെയാണ്. ഏട്ടൻ ശരിക്കും ആലപ്പുഴക്കാരനാണ്, പക്ഷെ എന്റെ വീടാണ്, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് ഇത്, കായംകുളം. അപ്പം പുള്ളി ഇടയ്ക്കൊന്ന് ഗൾഫിലൊക്കെ പോയായിരുന്നേ. അപ്പൊ പുള്ളി എന്നെ ഇവിടെ ആക്കിയിട്ട് പോയേ. പിന്നെ അങ്ങോട്ട് അല്ല, ഇവിടെ കല്യാണം സമയത്ത് എന്നെ പറയുമായിരുന്നു, ഇവിടെ അമ്മക്കളില്ല, 2 പെമ്മക്കളാ. അപ്പം അച്ഛനും ഇവിടെ ഇത് രശ്മിയുടെ വീടാണ്. അപ്പോൾ അന്നോട്ട് പറയും ഇവിടെ താമസിക്കണം. അപ്പോൾ ഞാൻ അന്ന് കമ്പനി, ആലപ്പുഴ കമ്പനിയിൽ അവിടെ ഒരു കമ്പനി ഉണ്ട്, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നടക്കത്തില്ല, അവിടെ വിട്ട് നമുക്ക് കുറേ ഫ്രണ്ട്സൊക്കെ കൂടുതൽ അവിടെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു നടക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആയി കഴിഞ്ഞപ്പം അമ്മയും പിന്നെ അച്ഛൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ ഗൾഫിലേക്ക് പോകാൻ പ്ലാൻ ഇട്ടപ്പോൾ ഞാൻ ഇവിടെ ആക്കണമെന്ന് പറഞ്ഞു. അവർ ഒറ്റക്കല്ലേ ഉള്ളൂ, അവർ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ഓർത്താ ശരി, എന്താ ഞാൻ ഇവിടെ ഇല്ലല്ലോ, അപ്പൊ പിന്നെ ഇവിടെ ആക്കിയേക്കാന്ന് വെച്ചു. അങ്ങനെ ആക്കി. ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താ പറയാ, ഞാൻ ചെറുകഥ, ഇത് തുടർക്കഥ. എന്തായാലും 2 കഥയാണല്ലോ. അമ്മ ഇവിടെ വിട്ട് വരത്തുമില്ല. മെയിൻ കാര്യം ഇവിടെ അമ്മ നമുക്ക് ചെറിയ കുരിയാല ഉള്ളതുകൊണ്ട് വിളക്ക് വെക്കേണ്ടതുകൊണ്ട് അമ്മ ഇവിടെ വിട്ട് വരത്തില്ല. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് നാഗരാജാവ്, ചെറിയ അതൊക്കെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്. ഞങ്ങളുടെ ദൈവങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്മ ഇവിടെ വിട്ട് പോരാൻ പറ്റില്ല. ഡെയിലി ഇവിടെ ആള് വേണം, വിളക്ക് എത്തിക്കണം. ഞങ്ങള് അപ്പുറത്തെ അമ്പലമാ, തൊട്ടപ്പുറത്തെ അമ്പലമാ, ഇപ്പുറത്തും അമ്പലങ്ങളുടെ നടുക്കാണ് ഞങ്ങൾ. സാധാരണ അമ്പലത്തിലേക്ക് പോകുന്നവരെയാണ് അമ്പലവാസികൾ എന്ന് വിളിക്കുന്നത്. നിങ്ങളാണ് ലിറ്ററലി അമ്പലവാസികൾ, നടുക്ക് വസിക്കുന്നവർ. ആ മണ്ണിലല്ലേ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഇത് അവിടെ ഇവിടെ ഇറച്ചിയും മീനും ഒന്നും
കിച്ചണകത്ത് വെക്കാറില്ല. കഴിക്കാം. ഈ ഡൈനിങ് ഹാളിൽ ഇരുന്ന് നമുക്ക് വെച്ചിട്ട് പുറത്ത് വെച്ചിട്ട് ഇതിനകത്ത് വന്നിരുന്ന് കഴിക്കാം. പക്ഷെ ഈ അടുക്കളയിൽ ഇതൊന്നും വെക്കാൻ പാടില്ല. അവിടെ ആ കാണുന്നത് കാവുണ്ട്. അവിടെ നാഗരാജാവും നാഗേഷ് ശിലയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ മണവും അങ്ങനെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചൊക്കെ വേണം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ. ഈ വീട് വെക്കുമ്പോഴേ കായംകുളത്ത് വെക്കണം എന്ന് തീരുമാനിച്ചതിന്റെ റീസൺ പറഞ്ഞു. വീട് വെക്കുമ്പോൾ നമ്മുടെ തലയിൽ ഇപ്പൊ യങ് ആയിട്ടുള്ള 1 വയസ്സ് മാത്രം 1.5 വയസ്സ് പ്രായമുള്ള വീടാണല്ലോ. തലയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ മസ്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് രണ്ടുപേർക്കും കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ എന്റെതാ. ഞാൻ ഇത് നമ്മൾ തുടക്കം കുറിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് 2 ഊഞ്ഞാല് വേണം. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്, മേളിലും ഒരു ഊഞ്ഞാലുണ്ട്, പുറത്ത് വേറെ 2 ഊഞ്ഞാലുണ്ട്. പുറത്ത് 2 ഊഞ്ഞാല്, 4 ഊഞ്ഞാലുള്ള ഇനി 2 ഹുക്ക് ബാക്കിയുണ്ട്. അത് മറ്റേ ചെറുതായുള്ള ഊഞ്ഞാൽ എന്റെ വീക്ക്നെസ് ആണ്. പിന്നെ എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഈ ട്രോഫി വെക്കാനെ. ഈ ട്രോഫി എല്ലാം നമ്മൾ പൊതിഞ്ഞ് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. കുറേ ഉണ്ടായിരുന്നു മൊമെന്റോസ്. അപ്പൊ അത് വെക്കാൻ ഒരു നല്ല സ്പേസ് വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഈ മുകളിൽ അതിനുശേഷം 2 അവാർഡ് കിട്ടുന്നത്. ആ ഒരു മൊമെന്റിനെ കുറിച്ച് പറയാം. 2 വർഷം അടുപ്പിച്ച് കൺസിക്യൂട്ടീവ് ആയിട്ട് കോമഡി ആർട്ടിസ്റ്റിനുള്ള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ്, ടെലിവിഷൻ അവാർഡ് അത് കിട്ടുമ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു? ആദ്യം കിട്ടിയപ്പോൾ പൊട്ടനെ ലോട്ടറി അടിച്ച പോലെ ആയിരുന്നു. അതെന്താ പറയാ, മറ്റുള്ളവർ പൊട്ടാന്ന് വിളിക്കുന്ന സ്വന്തമായിട്ട് പറഞ്ഞാൽ ആ ഒരു ഫീൽ ഉള്ളിൽ ഉണ്ടാകുന്നില്ല. അത് താങ്കളെ കരുത്തില്ല. പൊട്ടാന്ന് വിളിക്കുമ്പോ നമുക്കൊരു വിഷമം തോന്നണ്ടല്ലോ. സ്വയം ഞാൻ സഹായം വേണ്ട. അത് ആദ്യത്തെ ഇത് അടിക്കുമ്പോഴേ നമ്മള് പിന്നെ എവിടെ ആയിരുന്നു, കാട്ടിനകത്തായിരുന്നു, തെന്മല. അവിടെ ഒരു അല്ലല്ല പുതിയ സീരിയലിന്റെ പൈലറ്റ് ഷൂട്ട് കിടക്കുകയായിരുന്നു അവിടെ. അപ്പൊ അത് അവിടെ തന്നെ റേഞ്ച് ഇല്ല. അവിടെ ചെന്ന് കയറിയപ്പോഴേ ഫോണല്ല, എല്ലാവരെ ഒന്നുമില്ല, റേഞ്ച് എന്ന് പറയുന്ന സാധനം ഇല്ല. കട്ടായി. പിന്നെ ഹോട്ടലിൽ നമ്മൾ വൈകുന്നേരം ചെല്ലുമ്പോഴാണ് റേഞ്ച് വൈഫൈ കിട്ടുന്നത്. അപ്പോഴാണ് നമ്മൾ വീട്ടിലൊക്കെ ഒന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പം MA നിഷാന്ത് സാറ്, അപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പൊ സിനിമയിൽ ഞാനിപ്പോ അഭിനയിച്ചു. അയ്യരിൻ അറേബ്യ എന്ന് പറഞ്ഞ സിനിമ, അതിപ്പോ എന്നാ December 1 മറ്റോ റിലീസ് ആവുക. അപ്പം അദ്ദേഹമാണ് ഫസ്റ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, രശ്മി ഇയാൾക്കൊരു അവാർഡൊക്കെ തന്നെ. ഞാൻ എന്തോ റിസോർട്ടിൽ അപ്പൊ പറഞ്ഞു, രശ്മി ഇയാൾക്കൊരു അവാർഡ് കിട്ടിയില്ല, ട്രൈ ചെയ്തു, ഫോൺ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു കണ്ടില്ല സാർ, ഇവിടെ നിൽക്കുവാണ്. അപ്പഴേ പറഞ്ഞു രശ്മിക്ക് ഒരു അവാർഡ് കിട്ടി. ഞാൻ എന്തോ ഇതിന്റെ അത് പിന്നെ ഒരു ഇയാൾക്കത് തരാതിരിക്കാൻ പറ്റിയില്ല. ജൂറി പരാമർശമാണ് ഇപ്പോൾ. എന്തായാലും ഇയാൾക്ക് സ്റ്റേറ്റ് അവാർഡ് ഉറപ്പായിട്ടും ഇനിയുള്ള വർഷങ്ങളിലെങ്കിലും കിട്ടും. ഇതിപ്പോൾ നമ്മളും കൂടെ പറഞ്ഞിട്ട് അങ്ങനെ ഇയാൾക്ക് തരണം എന്നുള്ള ഇതിൽ ആണ് ഇപ്പോൾ ഒരു ജൂറി പരാമർശം വന്നേക്കുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. നമുക്ക് ഇങ്ങനെ എല്ലാവർക്കും അവാർഡൊക്കെ കിട്ടുമ്പോൾ എന്നെങ്കിലും ഒരിക്കൽ നമുക്കത് കിട്ടും എന്ന്. ആദ്യമായിട്ടാണ് സ്കിറ്റിന് ആദ്യമായിട്ടാണ് അവാർഡ് കൊടുക്കുന്നത്. അത് നമുക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. എനിക്കും നസീറയ്ക്കായിരുന്നു, നസീർ സംക്രാന്തി. അപ്പം രണ്ടുപേരെ സ്കിറ്റിൻ്റെയും കൂടെ ഇത് എടുത്തിട്ടാണ് അവാർഡ് തന്നത്. അപ്പോൾ അതും കോമഡി മാസ്റ്റേഴ്സ്, അമൃത TVയുടെ കോമഡി മാസ്റ്റേഴ്സ്, അതിൽ കോഡെക്സ് മീഡിയ ആണ് ഇപ്പം നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പം ചാനലിന് എല്ലാവർക്കും അതൊരു ഭയങ്കര സന്തോഷം, നമുക്കൊരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ സിറ്റ്കോമുകൾ ആണല്ലോ നേരത്തെ ഈ കോമഡി ഇതിലേക്ക് ആദ്യത്തെ പ്രൊഡ്യൂസർ അമർജിത്തായിരുന്നു. പിന്നെ അമർജിത്തുള്ള സമയത്താണ് ആദ്യത്തെ അവാർഡ് കിട്ടുന്നത്. പിന്നെ രണ്ടാമത്തേത് വന്നപ്പോഴത്തെ അതിന്റെ തൊട്ടടുത്ത വർഷം തന്നെ വീണ്ടും അവാർഡ്. അത് ശരിക്കും അയ്യോ പേര് തെറ്റി, ഹനൂജ് അനൂജ് രാമചന്ദ്രൻ പുള്ളിക്കാരനായിരുന്നു അപ്പൊ പ്രൊഡ്യൂസർ. അപ്പൊ എന്തായാലും അങ്ങനെ 2 വർഷം അവാർഡ്. ചേച്ചി ഉണ്ടല്ലോ ഫുൾ ടൈം നമ്മൾ ടിവിയിൽ കാണുന്ന ചേച്ചി ഫുൾ ടൈം ചിരിച്ച് കോമഡി ഒക്കെ ആണല്ലോ. വീട്ടിൽ എങ്ങനെയാണ്? ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. ഭയങ്കര ട്രാജഡി.
പുള്ളി അങ്ങ് തോറ്റ് പിന്മാറിയത് മടുത്ത് വിട്ട്. പിന്നെ മണ്ടത്തരത്തിന്റെ ഉസ്താദാ ഞാന്. അത് ഞാൻ അറിയാതെ പറ്റിപ്പോന്നതാ. ഞാൻ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മണ്ടന്മാരും അറിഞ്ഞുകൊണ്ട് മണ്ടത്തിന് ചെയ്യില്ല. അത് മണ്ടന്മാരുടെ ഒരു സ്വഭാവം. അതെന്താ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഓരോ കാര്യം പറയുന്നതും പ്രവർത്തിക്കുന്നതും. പക്ഷെ അത് അവസാനം വരുമ്പോഴത്തേക്ക് അതൊരു ഭൂലോക മണ്ടത്തരമായിട്ട് മാറും. ചേട്ടാ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയോ? മണ്ടത്തരം 2 പിള്ളേര് ഉണ്ടായത് തന്നെ അതുണ്ടായതല്ല അത് കട്ട് ചെയ്ത് അതൊക്കെ പറയാൻ നിങ്ങളോട് ആരും അതെല്ലാം കട്ട് ചെയ്തിട്ട് വിടുന്നു. അത് കട്ട് ചെയ്യരുത് കേട്ടോ, അത് കട്ട് ചെയ്യരുത്. ചുമ്മാ അതിലൊക്കെ പിടിക്കാന്ന് പറയാം. ക്യാമറ ആളായിരുന്നു. ഇത് പിന്നെ പറഞ്ഞോടാ, നീ കറക്റ്റ് റൂട്ട് പറഞ്ഞാൽ ഞാൻ പറയുമ്പോ വേറെ ഇതിലേക്ക് പോകുന്നത്. അല്ല അങ്ങനല്ല, ഇതെന്താന്നറിയോ, ഞാൻ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്ത. നിങ്ങൾ വിശ്വസിക്കത്തില്ലായിരിക്കും. എനിക്കറിയാം, അധ്യാപനത്തിൽ നിന്നാണ് കോമഡി എനിക്കറിയാം. സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്തും നമ്മൾ ഇതൊക്കെ തന്നെ ഇങ്ങനെ തന്നെയായിരുന്നോ? പിള്ളേര് എന്തെങ്കിലും പറഞ്ഞ അനുസരിക്കോ? പിള്ളേർക്ക് എന്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ശരിയാട്ടോ, നമ്മളൊക്കെ പ്രാർത്ഥിക്കാം. സത്യം. അവര് ഏത് ക്ലാസ്സിലാണ് പഠിപ്പിച്ചോണ്ടിരുന്നത്? ഞാൻ 7ാം ക്ലാസ് വരെ ആയിരുന്നു, മലയാളം ടീച്ചറായിരുന്നു. 3ാം ക്ലാസ്സിന്റെ ക്ലാസ് ടീച്ചറായിരുന്നു. അപ്പൊ ഈ പിള്ളേരെയൊക്കെ ഈ നിർത്താനൊക്കെ നമുക്കൊരു ഭയങ്കര ഇത് നാക്കുണ്ട്. അവരുടെ രീതി, അവരിലേക്ക് ഞാനങ്ങ് ഇറങ്ങും. അപ്പൊ അവരിൽ ഒരാളായിട്ട് നിന്നിട്ടാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മുടെ പ്രിൻസിപ്പാളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ പുള്ളിക്കാരി എപ്പോഴും പറയും, നമ്മൾ ഈ പാഠപുസ്തകങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ പോരാ, പുറത്തു നിന്നുള്ള കാര്യങ്ങളൂടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. എപ്പോഴും നമുക്ക് മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ. പ്രിൻസിപ്പാൾ എപ്പോൾ എൻ്റെ ക്ലാസ്സിൻ്റെ വാതിക്കൽ കൂടെ പോയാലും ഞാൻ ഈ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഞാനൊന്നും പഠിപ്പിച്ച ടീച്ചർ പ്രിൻസിപ്പാൾ തിരിച്ചു വല്ലപ്പോഴും പാഠപുസ്തകത്തിലുള്ള. എന്നിട്ട് മീറ്റിങ്ങിലൊക്കെ മാഡം പറയുന്നതാണ്, രശ്മി ടീച്ചറിൻ്റെ ക്ലാസ്സിൻ്റെ വാതിക്കൽ കൂടെ പോകണം. എന്ത് നല്ല ക്ലാസ്സാണ്, ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോഴും ഞാൻ ഓർക്കുക, ടീച്ചർ ഇതുവരെ ഞാൻ പഠിപ്പിക്കുന്നത് കേട്ടിട്ടില്ല. ഞാൻ പഠിപ്പിക്കാറുമില്ല, ടീച്ചർ അത് കേട്ടിട്ടുമില്ല. രശ്മി ടീച്ചറുടെ സ്റ്റുഡൻസ് ആയിരുന്ന കുട്ടികളുടെ പാരന്റ്സ്. ഓഹോ, എന്നിട്ട് ഇപ്പൊ അത് കംപ്ലീറ്റ്ലി വിട്ടോ? വിട്ടു. അയ്യോ, അത് മോനെ പ്രഗ്നന്റ് ആയ സമയത്താണ് നമ്മളത് നിർത്തിയത്. എന്നിട്ട് ഈ കോമഡി പരിപാടിയിലേക്ക് വന്നെങ്ങനെ? അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ടീച്ചറായിരുന്ന സമയത്താണ് മോനെ ആദ്യം പ്രഗ്നന്റ് രണ്ടാമത്തെ ആള്. മൂത്ത ആളല്ല, രണ്ടാമത്തെ ആള്. മൊത്തം കൺഫ്യൂഷനാ. മൊത്തം കോമഡിയാണ്. അപ്പം നമ്മൾ ആദ്യം ഈ സിസേറിയൻ ആയിരുന്നേ. ആദ്യത്തെ സിസേറിയൻ വേറൊരു ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ രണ്ടാമത്തെ വേറെ ഹോസ്പിറ്റലിലേക്കാണ് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പം ഡോക്ടർ ഇങ്ങനെ വയറൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, ആദ്യത്തെ സിസേറിയൻ എവിടെ ആയിരുന്നെന്ന്. ഞാൻ പറഞ്ഞത് ഈ പൊക്കിളിന് താഴെ ഇവിടെ ആയിരുന്നുണ്ട്. ഡോക്ടറാണെങ്കിൽ ഒരു ടീച്ചറാ. ഡോക്ടർ ഞാൻ നോക്കിയപ്പോ സിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് ട്രേ ഒക്കെ തെറിച്ചു പോന്ന് ചിരിച്ചേച്ച്. ഡോക്ടർ, ഞാനൊരു ഡോക്ടറല്ലേ, എനിക്കറിയാലോ അത് എവിടെ ആണെന്ന്. അവര് ചോദിച്ചത് ഏത് ഹോസ്പിറ്റലാണ്. അപ്പൊ നമ്മൾ ആ കേൾക്കുന്ന ഇതിൽ പറയാം. എന്റെ ഏറ്റവും വലിയ കുഴപ്പം അതാണ്, മറുപടി പറയുന്നത് നമ്മൾ ആ കേൾക്കുന്ന ആ ഒരു സെൻസിൽ മാത്രം, അതിനുള്ളിലേക്ക് ചിന്തിക്കൂല. ഇല്ല, അന്നേരം ആ സ്പോട്ടിൽ മറുപടി പറയാന്നുള്ള അത് ശരിയാണോ തെറ്റാണോ അതൊന്നും നമ്മൾ ഓർക്കാറില്ല, മറുപടി പറയുക, അത്രേ ഉള്ളൂ. ടീച്ചറായിട്ട് കിട്ടിയപ്പോ തന്നെ വേറെ പിന്നെ ആദ്യമേ ഒരു ഇന്റർവ്യൂ പാസ്സായത് നമ്മുടെ അത് ശ്രീ രവിശങ്കർ സ്കൂളില്ലേ, അപ്പോൾ അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇന്റർവ്യൂവിൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഗുരു ആരാണെന്ന് അറിയാവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഗുരു എന്ന് വെച്ചാൽ ഈ നമ്മളെ ഈ തമസിൽ നിന്ന് ഉണർത്തി ഞാനങ്ങ് പ്രഭാഷണം തുടങ്ങി. ഒരു 5 മിനിറ്റ് പ്രഭാഷണം. അത് കഴിഞ്ഞപ്പോൾ അവര് ചോദിച്ചേ, അതല്ല ചോദിച്ചത്, ഈ ശ്രീ രവിശങ്കറിനെ കുറിച്ച് അറിയാവോ? അത് ആ ഒരു ഉത്തരം പറഞ്ഞാൽ പോരെ. ഗുരു ആരാന്ന് ചോദിച്ചാൽ ശ്രീ രവിശങ്കർ അങ്ങനെ പറഞ്ഞാൽ പോരേന്ന്. ഞാൻ പറഞ്ഞു, അയ്യോ അതെനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ സത്യത്തില് നമ്മൾ ഈ സ്കിറ്റിലൊക്കെ കാണുന്നത് ചേച്ചിയുടെ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഏടുകളാണ്. റിയൽ ലൈഫാ.
എന്നിട്ട് ആദ്യത്തെ കുട്ടി പ്രസവിച്ചപ്പോ ഉണ്ടല്ലോ അതും ഭയങ്കര കോമഡിയാണ്. ആദ്യത്തെ കൊച്ചിന് പ്രസവം വരെ കോമഡി ആക്കിയിട്ട് സത്യത്തിലൊരു വലിയ സംഭവം. അതെച്ചാ ഞാൻ 7 മാസം പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ് അച്ഛൻ മരിക്കുന്നത്. അപ്പം അതുവരെ കുട്ടിക്ക് ഓവർ വെയിറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആദ്യം കണ്ട അച്ഛന് കുഞ്ഞായിരിക്കുമ്പോ ഈ വയറ്റിൽ കിടക്കുമ്പോ വെയിറ്റ് കൂടുതലാണ്, ഇനി ഫ്രൂട്ട്സ് ഒക്കെ നിർത്തണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കെല്ലാം എൻ്റെ അച്ഛനായിരുന്നു. അപ്പൊ അച്ഛൻ മരിച്ചപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിക്കാതെ അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് പിന്നീട് വെയിറ്റ് കുറവാന്ന് പറഞ്ഞു തുടങ്ങി. അപ്പം കുഞ്ഞിന് വെയിറ്റ് കുറവാണ്, രശ്മി കുറച്ചുകൂടെ നന്നായിട്ട് ആഹാരമൊക്കെ കഴിക്കണമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കുറേ നാളായിട്ട് ഡോക്ടർ നിരന്തരം ഇത് പറയുന്നുണ്ട്, കുഞ്ഞ് സ്മോൾ സൈസാണ്, വെയിറ്റ് കുറവാണ്, രശ്മി ആഹാരം കഴിക്കണം, ഇതൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കും. അപ്പോൾ എൻ്റെ സിസേറിയൻ കഴിഞ്ഞ് അപ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു മോളാന്ന് പറഞ്ഞു. ഞാൻ കേട്ടത് സ്മോളാണ്. എന്റെ മൈൻഡിൽ അതാ ആയിരിക്കുമല്ലോ. അപ്പൊ ഡോക്ടർ ഇത് കുഞ്ഞിനെ എടുത്തിട്ട് പറഞ്ഞു മോളാന്ന് പറഞ്ഞപ്പോ ഞാൻ കേൾക്കുന്നത് സ്മോളാണ്. അപ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ എന്തോ എന്റെ കുഞ്ഞിന് പറ്റി, കുഞ്ഞിക്കൈയും കുഞ്ഞിക്കാലും അങ്ങനെ എന്തോ ഒരു കുഞ്ഞാണ്, അതാണ് എന്റെ മനസ്സിലുള്ളത്. അപ്പൊ ഇതിനെ കാണാൻ പോലും നമ്മൾ കാണുന്നില്ല. അപ്പൊ കുഞ്ഞിനെ ഇവര് പുറത്തു കൊണ്ട് കാണിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സിസ്റ്റർമാരോട് ചോദിച്ചു ആണാണോ പെണ്ണാണോ കൊച്ചെന്ന് ചോദിച്ചു. അപ്പൊ ഒരു ഡോക്ടർ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ അടുത്ത് പറഞ്ഞില്ല, സ്മോൾ ആണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, എന്താണെന്ന് പറഞ്ഞില്ലെന്ന്. അപ്പൊ അവരങ്ങ് ചിരിച്ചിട്ട് പറഞ്ഞു രശ്മി സ്മോളെന്നല്ല മോള്. മോക്കറിയോ അവസ്ഥ? ഫുൾ ടൈം ഇതാണോ അവസ്ഥ വീട്ടില്? പക്ഷെ എന്റർടൈൻമെന്റ് ആണല്ലോ. നമ്മളുണ്ടല്ലോ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമില്ലല്ലോ. നമ്മൾ ചെറിയൊരു സെന്റൻസ് അല്ലെങ്കിൽ ഇത് ഇപ്പൊ ഇല്ല അത് പറഞ്ഞാൽ തന്നെ ചേച്ചിനെ എല്ലാവർക്കും മനസ്സിലാവും. അതിന്റെ റിലേറ്റഡ് എന്തെങ്കിലും ഒരു മെമ്മറി പറ. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടൻചേട്ടന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ? അത് കഴിഞ്ഞിട്ടുണ്ടായ എന്തെങ്കിലും ഒരു കാര്യം പുറത്തിറങ്ങുമ്പോൾ ആളുകൾ ഒന്ന് സംസാരിക്കോ? അതിപ്പം ഈ എന്നോട് കുറെ അമ്മമാരൊക്കെ കാണുമ്പോൾ പറയുന്നതാണ് ഈ പിള്ളേരെ ഒന്നും ഇപ്പൊ അടിക്കാൻ പറ്റുന്നില്ല എന്ന്. എന്താന്ന് വെച്ചാ ഇപ്പൊ ഹോംവർക്ക് ചെയ്തോടാ, അപ്പൊ അവര് പറയുന്നു ഇല്ല. ഇത് കേൾക്കുന്ന പറഞ്ഞാൽ അവര് വടിയെടുത്തോണ്ട് നിൽക്കുകയായിരിക്കും, അവരെ ചിരിച്ചിട്ട് അവരങ്ങ് പോകുന്നു. രശ്മി നിമിത്തം എന്റെ പിള്ളേരെ പോലും ഒന്നും അടിക്കാൻ പറ്റുന്നില്ല. കുറെ അമ്മമാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇല്ല പിള്ളേരൊക്കെ ആ ഒരു രീതിയിൽ അങ്ങനെ അതിന്റെ വോയിസ് അങ്ങനെയാണെങ്കിലേ പിന്നെ അതൊരു അങ്ങനെ ഒരു അങ്ങനെ തോന്നാത്ത വിധമായിപ്പോയി. അല്ലാതെ അങ്ങനെയാണല്ലോ, അതിന്റെ അകത്ത് അങ്ങനെയല്ലേ പറയുന്നത്. ശരിക്കും ആ സ്ത്രീ ഉണ്ടല്ലോ, ആ കുട്ടൻചാന്റെ ഭാര്യ ഉണ്ടല്ലോ, അവര് കരഞ്ഞ് തളന്നിട്ട് തൊണ്ടേന്ന് ശബ്ദം ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അങ്ങനെ വന്നതാണ് ആ ഇല്ല. അത് ചേച്ചി കയ്യിൽ ഇട്ടതാണോ അത് ശരിക്കും അതിലൊരു ഇല്ലയുണ്ട്? അല്ല ഞാൻ ചോദിച്ചത് ആ ഇല്ല ഇല്ല എന്ന് പറയുന്നതിന് വരാം ഇല്ല. അല്ല അവര് പറയുന്നുണ്ട്, അവര് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ആ ഇല്ല കുറച്ച് ഇതാക്കി പറയണോന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ നമ്മുടെ തൊണ്ടേന്ന് വന്നപ്പോ ആ ഇല്ലേക്ക് ആ വേറൊരു ഇല്ലയായി പോയതാ. അതാണ് ആ ചേട്ടൻ പറഞ്ഞ ചേച്ചി വേറെ മൂടില്ല. അത് ചേട്ടൻ കുട്ടച്ചേട്ടൻ കയ്യിട്ടാണ്. അല്ല അതൊക്കെ സ്ക്രിപ്റ്റഡ് കേട്ടോ, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. അത് നല്ലൊരു സ്കിറ്റായിരുന്നു. നമ്മൾ ചില സ്കിറ്റുകളൊക്കെ പറയുന്നത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള സ്കിറ്റ് എന്നൊക്കെ പറയത്തില്ല. അത് ഇപ്പൊ ഒരെണ്ണം എന്റെ വൈറലായിട്ടുണ്ട്, കണ്ടായിരുന്നോ? എന്ത് നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? അത് കുറെ റീലിലൊക്കെ അത് സൂസൂല് വന്നതാ. എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് റാഫി എടുത്തത് ചോദിക്കുന്നത്. ഇപ്പൊ അങ്ങനെ സിറ്റ്കോമില് ആദ്യമായിട്ടാ ഒരെണ്ണം അങ്ങനെ വൈറലാവുന്നത്. അതിപ്പോ ഞങ്ങൾ ഇന്റർവ്യൂസിലൊക്കെ ചോദിക്കും ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ചേച്ചിയുടെ ആയിരുന്നല്ലേ? ഓ വെൽ ഡൺ മൈ ഗേൾ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വൈറലാവുന്നുണ്ട്. ഇടയ്ക്കൊക്കെ എയറിലും കയറും, ഇടയ്ക്കിടയ്ക്ക് വൈറലാവുന്നുണ്ട്. അങ്ങനെ ഒന്നിനും എനിക്കൊരു കുറവില്ല. അപ്പൊ ദൈവമായിട്ട് എല്ലാം എനിക്ക് തരുന്നുണ്ടെന്ന് ആരിക്കൊരു തരുന്നുണ്ട്. സൂസു ഉണ്ട്, വൈഫ് ഇസ് ബ്യൂട്ടിഫുൾ ഉണ്ട്, വേറെ എന്തൊക്കെയാണ്? ഇടയ്ക്ക് പിന്നെ അളിയൻസ് ചെയ്യാറുണ്ട്. അതിപ്പോ ഇവര് പറയുന്നത് എന്താണെന്നറിയാമോ? എല്ലാ ചാനലിലും പോയി സിറ്റ്കോം ചെയ്യുന്ന ആർട്ടിസ്റ്റ്, അങ്ങനെയാണ് ഇപ്പൊ എന്റെ പേര്. അപ്പോൾ ആർക്കും രശ്മി അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ആരും നോ പറയുന്നില്ല എന്നാ പറയുന്നത്. അപ്പൊ എന്നെ ചോദിക്കുന്നു രശ്മി അവിടെ പോയി ചെയ്യുന്നുണ്ട്, അത് കുഴപ്പമുണ്ടെന്ന്. അവിടെ എവിടെയെങ്കിലും പോയി ചെയ്യട്ടെ, ഇങ്ങനെയാണ് ആൾക്കാർ പറയുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സേഫ് ആയിട്ട് അങ്ങ് കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങ് പോകും. അത് മാത്രല്ല സിനിമയില്ലേ, ആ സിനിമയുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ഓരോ സിനിമകള്. ഇപ്പൊ എന്റെ
ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ, എൻ്റെ അടുത്ത് നേരത്തെ ഉള്ള നിങ്ങളുടെ ഇൻ്റർവ്യൂവിലാണെങ്കിലും നോക്കിയാൽ പറയും, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ലാലേട്ടൻ്റെ കൂടെ എനിക്കൊരു സിനിമ ചെയ്യണമെന്ന്. മമ്മൂക്കയുടെ കൂടെ സിനിമ ചെയ്തായിരുന്നു. അപ്പൊ ലാലേട്ടൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ഈ വർഷം അങ്ങ് സാധിച്ചു. ജിത്തു സാറിന്റെ, ജിത്തു ജോസഫിന്റെ സിനിമയായിരുന്നു. 8 വർഷത്തിന് മുമ്പാണ് സാറിൻ്റെ കൂടെ പിന്നെ ലൈഫ് ഓഫ് ജോസൂട്ടി ചെയ്ത്. അതിൽ നല്ല ക്യാരക്ടറായിരുന്നു സാർ ചെയ്യുന്നത്. അപ്പം എല്ലാ സിനിമയും എടുക്കുമ്പോഴും സാറ് പറയും, രശ്മി ഇതിനകത്ത് രശ്മിക്ക് പറ്റിയ ക്യാരക്ടർ ഒന്നും ഇല്ല കേട്ടോ, ഇങ്ങനെ പറയും. ഇപ്രാവശ്യം മാത്രം ഞാൻ അങ്ങോട്ട് ചോദിച്ചു സാറിൻ്റെ അടുത്ത്, സാറേ ഈ സിനിമയിൽ എനിക്ക് പറ്റിയ ക്യാരക്ടർ ഉണ്ടോന്ന്. അപ്പൊ സാറിന്റെ ഒരു റിപ്ലൈ പെട്ടെന്ന് തന്നെ വന്നേ, നോക്കാടാന്ന്. അപ്പൊ എനിക്കറിയാം, ഞാൻ നോക്കാന്ന് സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ പിന്നെ വിളിച്ച് ഞാൻ ക്യാരക്ടർ എന്താന്ന് ചോദിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. അവിടെ ചെന്നപ്പോൾ നല്ലൊരു ക്യാരക്ടറാണ്, അത്യാവശ്യം നമുക്ക് പെർഫോം ചെയ്യാനുള്ള നല്ലൊരു ക്യാരക്ടറായിരുന്നു കിട്ടിയത്. അതും ലാലേട്ടൻ്റെ കൂടെ 2 ദിവസം കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ലാലേട്ടനെ കാണുമ്പോൾ തന്നെ അയ്യോ എനിക്ക് എന്താ ചെയ്യേണ്ടത്, എൻ്റെ സ്വപ്നമാണോ സത്യമാണോ എന്നൊന്നും അറിയാത്തൊരവസ്ഥ. ഇതുപോലെ തന്നെ ആയിരുന്നു മമ്മൂക്കയുടെ കൂടെ വേഷം ചെയ്യുമ്പോഴും. അതും ഭയങ്കര സ്വപ്നമായിരുന്നു മമ്മൂക്കയുടെ കൂടെ ഒന്ന് അഭിനയിക്കണം. അപ്പോൾ തോപ്പിൽ ജോപ്പനകത്ത് മമ്മൂക്ക വന്ന് നിന്നപ്പോഴും ഇതുപോലായിരുന്നു. മമ്മൂക്ക നിന്നപ്പോൾ ഈ സ്വപ്നമാണോ കാണുന്നത് അതോ യാഥാർത്ഥ്യം, മമ്മൂക്കാന്ന് ചോദിച്ചത് ഇതാരായി നിക്കുന്നത്. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കി, പുറയിലും കാണാൻ വല്ലവരോട് ആണോ ചോദിക്കുന്നത്. അപ്പൊ എല്ലാം ഞാൻ കാണാറുണ്ട്, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ മമ്മൂക്ക കണ്ട അന്നാണ് ആ സെറ്റിലെല്ലാരും മമ്മൂക്കയുടെ കൂടെ ഫോട്ടോ എടുക്കുന്നത്. ഞാൻ ആദ്യം ചെന്നിട്ട് മമ്മൂക്ക എടുത്ത് ഒരു ഫോട്ടോ എടുത്തോട്ടെന്ന് ചോദിച്ച് ഞാൻ ഫോട്ടോ എടുത്ത് തുടങ്ങിയത്. പിന്നെ തോപ്പിൽ ജോപ്പന്റെ സെറ്റിൽ എല്ലാരും അന്നാണ് ഫോട്ടോ എടുക്കുന്നത്. അതിനതൊരു കാരണമായിരുന്നു അല്ലേ? അതെ, ഞാനൊരു തുടക്കം ലാലേട്ടനെ കണ്ടപ്പോ ഫസ്റ്റ് ലാലേട്ടൻ എൻ്റെ ചോദിച്ചത്, ഞാൻ കാണാറുണ്ട് കേട്ടോ കോമഡിയൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പം പിന്നെ ജിത്തു സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ലേ, അങ്ങനെ അങ്ങനെയാന്നൊക്കെ. അയ്യോ എനിക്കാണെങ്കിൽ ലാലേട്ടൻ്റെ ഒക്കെ വായിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മളങ്ങ് കയറി തരിച്ച് ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പം പിന്നെ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ഈ മൂക്കിലെ മറുക്ക് സിനിമയ്ക്ക് വേണ്ടി വെച്ചതാന്ന് ഇതൊക്കെ ഭയങ്കര ഫേമസ് ഞാൻ പറഞ്ഞ അല്ലല്ല ലേട്ടാ, ഇത് അത് കളിയാക്കി പറയാ, കളിയാക്കി ചോദിക്കുന്ന. ഇത് എപ്പോഴെങ്കിലും കളയണം തോന്നിയിട്ടുണ്ടോ? കളയാനൊക്കെ അതൊരു വലിയ കഥയൊക്കെ ആയിരുന്നു. കളയാനൊക്കെ പോയതാ. കളയാൻ അവിടെ ചെന്ന് നമ്മൾ ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് HB ഒക്കെ ലോ ആയിരുന്നു. അപ്പോൾ അത് ഇച്ചിരി HB ഒക്കെ കൂട്ടിയിട്ട് പോകാന്നുള്ള രീതിയിൽ ലാബിൻ്റെ അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ കുറേ ചേച്ചിമാർ ഓടി വരുന്നു. ഒരു കരിക്ക് കുടിക്കാന്ന് വെച്ച് നിന്നതാ. അപ്പോൾ വന്നിട്ട് ചോദിക്കുന്ന മൂക്കി മറുകുള്ള കൊച്ചാണെങ്കിൽ ഞങ്ങളുടെ കൊച്ചാന്നും പറഞ്ഞോണ്ടാ വരുന്നത്, ഇത് കളയാനാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ വേണ്ട നമുക്ക് പോയേക്കാം, ആരോ അയച്ചതുപോലെ. അതെ, അങ്ങനെ ദൈവമായിട്ട് പറഞ്ഞു വിട്ട കുറെ ചേച്ചിമാര് മൂക്കിലെ മറുക് തന്നെ അന്ന് അവരും ഒന്ന് പറയുകയും ചെയ്തു. അപ്പൊ തന്നെ ഞങ്ങൾ ഇത് കളയണ്ട എന്നുള്ള ഇതിൽ ഞങ്ങൾ പോയി ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ ലാലേട്ടനോട് സിനിമ ഏതാ? നേര്. ഓക്കെ, ലാലേട്ടൻ ജിത്തു ജോസഫ്. ഓക്കെ, പിന്നെ അയ്യറിന്റെ അറേബ്യ അല്ല, അറേബ്യ അതില് നല്ല MA നിഷാന്ത് സാർ, ഞാൻ പറഞ്ഞില്ല എനിക്ക് ആദ്യം അവാർഡിന്റെ കാര്യം വന്ന് പറഞ്ഞ സാറിന്റെ സിനിമയായിരുന്നു. പിന്നെ ചെയ്തത് റാഹേൽ മകൻ കോര. അത് നമ്മുടെ ബേനി, നമ്മളെ ഭയങ്കര ക്ലോസ് ആണ്, ഭയങ്കര സ്നേഹമാണ് അതിലും കുറച്ച് 2-3 സീനേ ഉള്ളെങ്കിലും അദ്ദേഹം പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടറായിരുന്നു അതും കിട്ടിയത്. അടുത്തതെന്ന് വെച്ചാൽ ധ്യാന്റെ ശരിക്കും പറഞ്ഞ 3 സിനിമ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ജോയ് ഫുൾ എൻജോയ്, ഒന്ന് ഓശാന എന്ന് പറഞ്ഞൊരു സിനിമ. അതിൽ എനിക്ക് തോന്നുന്നു ധ്യാൻ വന്നു പോകുന്ന അങ്ങനെ ഒരു ഗസ്റ്റ് റോൾ പോലെ പുതിയ 2 പിള്ളേരാണ് അത് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു സിനിമയുടെ ഉണ്ട്, അതിന്റെ പേര് ഞാൻ അങ്ങ് പറഞ്ഞു, അത് പോട്ടെ. 3 സിനിമ ഓടി നടന്ന് അഭിനയിക്കുന്നു. പിന്നെ 5 സെന്റ് സെലീനെ, അതെനിക്ക് എക്സൈസുകാർ വരുമെന്ന് കേട്ടാ. എന്താ എക്സൈസുകാർ? എന്തിനാ എക്സൈസ്? ഇൻകം ടാക്സ്. അത് കളയല്ലേ. ഞാൻ പെട്ടെന്ന് അങ്ങനെ ഇൻകം ടാക്സ് അത് കളഞ്ഞില്ലെങ്കിൽ പിള്ളേരുടെ കാര്യം കളയരുത് കേട്ടോ. ആ ചേട്ടൻ പിള്ളേരുടെ കാര്യം പറഞ്ഞില്ല, അത് കളയരുത്. നമ്മളൊരു സഹകരണ പ്രസ്ഥാനത്തിൽ പോയാൽ അത് ഞാൻ സമ്മതിക്കില്ല. ഒന്നില്ലെങ്കിൽ ചേട്ടൻ, അല്ലെങ്കിൽ സമ്മതിക്കില്ല. ഒന്നും കളയരുത്. അങ്ങനെ കേൾക്കണം. ഇൻകം ടാക്സ് ഞാനിവിടെ വാറ്റുണ്ടോന്ന് പെട്ടെന്ന് ഞാൻ ഇൻകം ടാക്സ്
അല്ല പോട്ടെ, ഞാൻ പെട്ടെന്ന് അങ്ങനെ സോറി ഇപ്പൊ ഉച്ചക്കായില്ല ആ പാട്ടിന്റെ കലമൊക്കെ എടുത്തോ. ഇൻകം ടാക്സ് ഞാൻ ഉദ്ദേശിച്ചത് കാര്യം മനസ്സിലായി, ചേച്ചിക്ക് കാര്യം മനസ്സിലായില്ലേ? ഇതിങ്ങനെ കളിയാക്കാൻ പാടില്ല. ഒരു ഏതൊരു ചില സാഹചര്യത്തിൽ നമുക്ക് ഈ ഇൻകം ടാക്സിന് എക്സൈസ് ഒന്നും പറയാം. അങ്ങനെ പറഞ്ഞു, അന്ന് അവരും പരിശോധിക്കാം. അങ്ങനെ പറഞ്ഞു, അവർക്കും പരിശോധിക്കാം ഇവർക്കും പരിശോധിക്കാം. നമ്മള് വ്യതിചലിക്കുന്നു, മാറ്ററിൽ നിന്ന് നമ്മൾ മാറിപ്പോകും. പക്ഷെ ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ അതൊരു നഷ്ടമായി പോയേനെ. സത്യം. കലാകേരളത്തിൽ എല്ലാം കഴിഞ്ഞ അവസാനം ഞാൻ തന്നെ എനിക്കൊരു പണി കൊടുത്ത പോലെയല്ല ഭഗവാനേ. ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റും. 5 സെന്റ് സെലീനെ. അപ്പൊ അതെന്താ അറിയോ? 5 സെന്റ് സെലീനോ? 5 സെന്റും സെലീനെ. ബെന്നി പി നായരമ്പലയില്ലേ, അദ്ദേഹത്തിന്റെ കഥയായിരുന്നു. നമ്മുടെ ജക്സൺ ആന്റണി സെക്കൻഡ് ക്ലാസ് യാത്രയൊക്കെ ഇല്ലേ, അതിന്റെ ഡയറക്ടർ ആയിരുന്നു. നല്ല ആള്, അതിന് നല്ലൊരു ക്യാരക്ടറായിരുന്നു, ഒരു കോമഡി ക്യാരക്ടർ. സിനിമ റിലീസായിട്ടില്ല, ഡബിങ് ഒന്നും ആയിട്ടില്ല. സിനിമ കഴിഞ്ഞ് ഇങ്ങനെ അന്നാബെന്നാണ് നായിക. അത് നല്ലൊരു ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ ഒരു 5-6 സിനിമ ഇനിയിപ്പോ നമുക്ക് റിലീസ് ആവാനുണ്ട്. 5-6 സിനിമ, 5-6 സിറ്റ്കോം, 5-6 സീരിയല്, പിന്നെ 10-500 ഷോ. അതെ അല്ലേ? നമ്മള് വീട് കാണാൻ വന്നിട്ട് ഈ ഊഞ്ഞാലിരിക്കാണ്. കാണിച്ചതായി വീട് മൊത്തം എത്ര നിലയുണ്ട്? 2 അല്ല, അത്രേ ഉള്ളൂ. മൊത്തത്തിൽ ഇവിടെ ആഡംബരമൊക്കെ ഉണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഒത്തിരി നിലകളുണ്ടോ അല്ലേ? ഒരുപാട് ഭയങ്കര അങ്ങനെ ആഡംബരമൊന്നും ഇല്ല, ചെറിയ പക്ഷെ നല്ല രസമുണ്ട്. ഉള്ളത് അറിയാലോ, കയറി വരുമ്പോ ഭയങ്കര രസമുള്ള ആംബിയൻസ് ആണ്. ഒന്ന് നല്ല വെളിച്ചവും നല്ല കാറ്റും. ഇപ്പൊ ഫാൻ ഓഫ് ചെയ്തിട്ടേക്കുന്ന ഇച്ചിരി ചൂടുണ്ട്. അപ്പൊ വീട് കാണാം. അത് ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞങ്ങള് ഇടയ്ക്ക് ഷൂട്ടിന് പോയിട്ട് വരുമ്പോൾ ഞാൻ ഇരുട്ടടിക്കും. ചില സ്ഥലത്ത് 1-2 പ്രാവശ്യം പൊളിച്ചു വിടുന്നു. വന്നിട്ട് ഞങ്ങൾ പൊളിച്ചു മാറ്റിയിട്ട് വെട്ടം കൂടുതൽ കയറാൻ വേണ്ടി. അത് ഇവിടുത്തെ മേശരിയോട് പുള്ളിക്കാരനെ വേണമെങ്കിൽ ഞാനൊന്ന് വിളിപ്പിക്കാം. പുള്ളിയോട് ചോദിച്ചാൽ അറിയാം. പുള്ളി തലപ്രാന്ത് എടുത്ത് ഇവിടുന്ന് ഓടിയിട്ടുണ്ട്. ഇന്ന് ഇവിടം വരെ കെട്ടിയേക്കുന്ന ഭിത്തി അന്ന് വൈകുന്നേരം ഞാൻ വരും പറഞ്ഞു, ചേട്ടാ അതങ്ങ് തേപ്പെല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ വരുമ്പോഴായിരിക്കും ഒരു ഇരുട്ട് ഫീൽ ചെയ്ത് നമുക്ക്. അപ്പോൾ പറയും മേശരി അത് നമുക്ക് അത് പൊളിക്കാം, അത് മാറ്റിയിട്ട് അത് ഇങ്ങനെ ആക്കാം. പുള്ളി അവസാനം തലയ്ക്ക് കഴിച്ച് നിങ്ങളൊന്ന് തീരുമാനിക്കുക. ഇവിടെ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ ഭാഗത്ത് ഇത് ഫുള്ള് ഭിത്തി കെട്ടിയതാ. ഇത് ഫുള്ള് കെട്ടി കഴിഞ്ഞിട്ട് അപ്പം ഞാൻ എവിടെയോ ഒരു വീട്ടിൽ പോയപ്പം ഭയങ്കര വെട്ടവും വിളിച്ചു. ഗ്ലാസ് ആണ് അവരുടെ വീട്ടില്. അപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മുടെ മേശരി വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് അവിടെ അങ്ങ് ഫുള്ള് ഗ്ലാസ് ആക്കിയല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞു, അയ്യോ അത് നടക്കത്തില്ല, നമ്മള് കെട്ടിപ്പോയി, മൊത്തം കെട്ടി. ഞാൻ പറഞ്ഞു പൊളിക്ക് എത്രത്തോളം പൊളിക്കാൻ പറ്റും പൊളിക്ക്. അവസാനം പുള്ളി പാവം ഇത്രയും ഭാവം പൊളിച്ചു തന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വീട് പണിയാൻ നിൽക്കുമ്പോ എത്ര ബഡ്ജറ്റ് ആയിരുന്നു വീടിന്? ഇല്ല, ബഡ്ജറ്റ് നോക്കാതെ എത്ര ബഡ്ജറ്റ് ആയെന്ന് എനിക്ക് ഒരു പിടി. കാര്യം ഞങ്ങൾ മേലോട്ട് ഒരു ധാരണ ഇല്ലായിരുന്നു, താഴെ മാത്രം മതി എന്നുള്ള കണക്കൂട്ടി ചെയ്തു വന്നു കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ മോള് സ്റ്റെപ്പ് ഇട്ട് കഴിയുമ്പോൾ മോക്ക് ഞങ്ങളുടെ റെന്റിന് 2-3 വീട്ട് അപ്പുറത്തെ റെന്റിന് പറക്കം പായുവാണല്ലോ. സ്റ്റെപ്പ് ഇട്ടപ്പോഴേക്ക് മോള് പറഞ്ഞ് മേളിൽ വേണമെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ 2 മുഖത്തോട് വന്ന് നോക്കുക എന്ത് ചെയ്യും. അപ്പൊ ഞാൻ എന്തായാലും ചെയ്യാം, പണി തീരുമ്പോൾ തരട്ടെ, നമുക്ക് എന്തായാലും മേളിൽ ചെയ്തിട്ട് അങ്ങനെ പിന്നെ മേളിൽ അങ്ങനെ മേലാദ്യം ഒരു റൂമാണ് പ്ലാൻ ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇപ്പുറത്ത് പിന്നെ ഓപ്പൺ ആയിട്ട് കിടക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും പിന്നെയും പണിയുടെ ഇടയ്ക്ക് പിന്നെ സിമെന്റും പൊടിയൊക്കെ പിന്നെ വന്ന് വീഴും, നമുക്ക് എന്തായാലും അതുകൊണ്ട് ആ റൂമാണ് ചെയ്തത്. അപ്പൊ ഫിനിഷ് ആവുമല്ലോ. പിന്നെ മേളിൽ കിടന്നിട്ട് ഇവിടെ 2 ബെഡ്റൂം ഉണ്ട്, ഇവിടെ 3 ബെഡ്റൂം ഉണ്ട്. റൂമല്ല അത്ര നന്നായിട്ടൊന്നും ഇട്ടേക്കുമല്ല. വരൂ ഏത് വീട്ടിലാണ് നന്നായിട്ട് ഇട്ടേക്കുന്നത്? അല്ലെങ്കിൽ പണി തീർന്ന് കേറാൻ പോകുന്നതല്ല, വീട്ടിലേക്ക് പോകേണ്ടി വരും. ഇത് 3 ബെഡ്റൂം. ഇതൊരമ്മയുടെ മുറി. ഞാൻ ബുക്കൊക്കെ കണ്ടപ്പോ മോന്റെ അല്ല, മോൻ അവിടെ ഇരുന്നാ പഠിക്കുന്നത്. ബുക്കെല്ലാം അവിടെ ഇവിടെ കിടക്കുന്ന സ്ഥലമാണ്. അമ്മയുടെ ബെഡ്, അതെ ചേച്ചിയുടെ അമ്മയുടെ, എന്റെ അമ്മയുടെ. ഇത് ഏട്ടന്റെ അമ്മ, ഇത് ഏട്ടന്റെ അമ്മയുടെ ബെഡ്റൂം. ഇവിടെ ഇരുന്നാ മോള് പഠിക്കുന്നത്. ഓക്കെ. പഠിപ്പൊക്കെ താഴെയാ, മേളിൽ കൊണ്ടിട്ടതാ, ഒരു രക്ഷയില്ല. അവർ ഇവിടെ നിരത്താൻ തുടങ്ങിയപ്പോ 2 പേരുടെ സ്റ്റഡി ടേബിൾ ഇങ്ങോട്ടാക്കി. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ലാതിരിക്കും. അച്ചു ഒന്ന് മുഖം കാണിക്കച്ചു. അവള് തിരിയുന്നില്ല, ഒന്ന് കാണിക്കച്ചു. അച്ചു വന്ന് കേറിയപ്പോ നിന്റെ കഥയാണ് ഞങ്ങൾ കേട്ടത്. സിസേറിയൻ പൊക്കിളിന്റെ താഴെ സിസേറിയൻ ഭാഗം കാണിച്ചത്. മുടി ഉള്ളതുകൊണ്ട് കൊച്ചു രക്ഷയുണ്ട്, അതുകൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇത് മറ്റേ കേളികൾ മെത്തേഡൊക്കെ ചെയ്ത് സൂപ്പർ ആക്കി കേട്ടോ.
ഇത് സ്ത്രീകളെ ചേച്ചി. ചേച്ചിയുടെ ഭയങ്കര കണ്ടു പരിചയട്ടോ, വന്നപ്പോ തൊട്ട് ഞാൻ വിചാരിക്കുന്നു എന്റെ എല്ലാ ഫോട്ടോയിലും ഉണ്ടല്ലോ. ചേച്ചി ഈശ്വർ സ്വന്തം ചേച്ചി? അയ്യോ, സ്വന്തം ചേച്ചിയാ. എനിക്ക് സ്വന്തം ഒരു ചേച്ചിയുണ്ട്, അത് ആലപ്പുഴയില. ഇത് സ്വന്തം ഒരു ചേച്ചി. സ്വന്തം ചേച്ചിയുടെ പോലെ, അതാണ് ഉദ്ദേശം. അത് തന്നെ. കമോൺ, അത് ഒരു ബെഡ്റൂം, അങ്ങനെ 3 ബെഡ്റൂം. 3 ബെഡ്റൂം താഴെ. ഇനി മുകളിൽ 2 പിന്നെ ഡൈനിങ് ഹാള്. അപ്പൊ ദിസ് ഇസ് എ 5 BHK ഹൗസ് അല്ലേ? അതെ. ഇവിടെ ഒരു ഇതാ, ഈ വാഷ് ഏരിയ കൊള്ളാം കേട്ടോ. ആ സ്മോൾ ഏരിയ നല്ലോണം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഇത് സെയിം തന്നെയാണ് അപ്പുറത്തും. ഇത് ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് ഫുഡ് ഇങ്ങനെ ഇത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ബെഡ്റൂം ആക്കാം. ഞാനത് വിചാരിച്ചു ഇവിടെ ഡൈനിങ് ഏരിയ എന്ന് ഇതിങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബെഡ്റൂം. അപ്പൊ ഇത് ആരുടെ ഐഡിയ എങ്ങനെയൊക്കെ ചെയ്ത്? അത് പുള്ളിയുടെ. അത് ഞാൻ പുള്ളിക്ക് കൊടുക്കും. സെയിം ഇത് തന്നെയാണ്, അപ്പുറത്തെ പോലെ തന്നെ വാഷ് ഏരിയയാണ് ഇവിടെ. ഇവിടെ ഒരു വാഷ്റൂം, അപ്പുറത്തുള്ളത് വാഷ്റൂം. ആ വാഷ്റൂം ആ അമ്മയുടെ, ഈ വാഷ്റൂം ഈ അമ്മയുടെ. ബെഡ്റൂമിലുള്ളത് ഞങ്ങളുടേത്. മൊത്തത്തിൽ എല്ലാവർക്കും ഓരോന്നും കൊള്ളാം കേട്ടോ. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കേൾപ്പിച്ചാണോ? കൊള്ളാം കേട്ടോ, നൈസ്. ഇങ്ങനെ ക്ലോസ്ഡ് ഡൈനിങ് യൂഷ്വലി കാണാറില്ലല്ലോ, വീടിനോട് ചേർന്ന് എല്ലാരും അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് തോന്നിയ ഒരു പ്രൈവസിയെ, ഇപ്പൊ ആരെങ്കിലും ഇരിക്കുകയാണെങ്കിലും ഒരാളകത്ത് നിന്ന് ഫുഡ് കഴിച്ചാൽ അവർക്ക് സമാധാനത്തോടെ അവിടെ നിന്ന് കഴിക്കാമല്ലോ. ഇത് ഇതിനൊക്കെ വെളിയിലൊക്കെ അടുക്കളയാ. അപ്പൊ നമുക്ക് ആദ്യം 3 ജെല്ലായിരുന്നു, 3 സ്റ്റെപ്പ് സെപ്പറേറ്റ് അല്ലേ. ഇതാദ്യം 3 ജെല്ല് ചെയ്തിരുന്നതാ, പിന്നെ പൊളിച്ചതാണ്. മൊത്തം പൊളിച്ച് കോട്ടിയാട് ഇങ്ങോട്ടായിരുന്നു, അത് അങ്ങോട്ടാക്കി. എല്ലാം തലയിടിക്കല്ലേ. ഞങ്ങൾ പൊക്കമുള്ളവര് ഞങ്ങളെ ബഹുമാനിച്ച് കയറണം. എന്റെ വീട്ടിലൊക്കെ കട്ടിലൊക്കെ 6-7 അടിയൊക്കെ ഹൈറ്റാണ്. അല്ലെങ്കിൽ എല്ലാവരും കാണിച്ചേ, മുഖം ഒന്ന് കാണിച്ചേ. ഒന്ന് മുഖം കാണിക്കോ? അല്ല, ഇപ്പൊ വീഡിയോയില് കാണാൻ ഞങ്ങൾക്കൊന്ന് കാണിക്കോ? ഒന്ന് കാണിച്ചേ. ഭയങ്കര ഡിമാൻഡ് കിട്ടോ അമ്മയ്ക്ക്. അമ്മയും പിള്ളേരും എല്ലാം. അമ്മ എന്താ സ്പെഷ്യൽ? ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ അങ്ങ് നിക്കുന്നത്. എനിക്ക് ഡിമാൻഡ് ഇല്ലാത്തുള്ളൂ. ഓ ഇല്ല, പ്രോപ്പർട്ടി ഒക്കെ ആയിട്ടാ വന്നത്. മീനും ഡ്രൈവ് ആയിട്ടോ വന്നത്. മീൻ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ നിൽക്കായിരുന്നു. നമ്മയാണ് ഫുള്ള് കുക്കിംഗ് പരിപാടിയൊക്കെ. ആ പരിസരത്തേക്കൊന്നും പോകാറില്ല. ഒരാളെ ഇവിടെ നിർത്താനും സമ്മതിക്കത്തില്ല, നമ്മളിവിടെ കയറ്റത്തുമില്ല. കേട്ടാത്താണോ കേറാത്താണോ? ഇല്ല, കേട്ടത്തില്ല. അങ്ങനെ ഞാനങ്ങ് മടിച്ചു. അമ്മക്ക് ഇഷ്ടമല്ല. അല്ല, അത് ഞാൻ ചോദിച്ചാ. സാധാരണ ഞാനൊക്കെ അങ്ങനെയാണ്, അമ്മ വിളിച്ചാലും ചിലപ്പോ പരിസരത്തേക്ക് ഇല്ല. ഈ വെട്ടം വേണം, അതൊക്കെ നമ്മുടെ ഒരു ഇതായിരുന്നു. നമുക്ക് വെട്ടം വിളിച്ചു. അല്ല, ഇത് ആക്ച്വലി ഇങ്ങനെ നമ്മൾ സൺലൈറ്റ് അടിക്കുമ്പോ വെട്ടം ഓക്കെ, പക്ഷെ ചൂട് കയറൂലേ ഭയങ്കരമായിട്ട്? ഇവിടെ വലിയ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, അതാ ഞാൻ ചോദിച്ചത്. അപ്പുറത്തെ കാവ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഈ കട്ടില് മുഴുവൻ തുണികളായിരിക്കും. ഇവിടെ എറണാകുളം പോലെ ഒന്നല്ലല്ലോ, അത്യാവശ്യം നല്ല മരമൊക്കെ ഉള്ളതുകൊണ്ട്. ഞാനേ ഹായ്, ഈ സ്പെഷ്യൽ ചെയർ എവിടെ ആർക്കിരിക്കാൻ വേണ്ടി വന്നിരുന്നാലുള്ള അവസ്ഥ? ഇത് കുറെ തടി നമുക്ക് അധികം ഉണ്ടായിരുന്നു. അപ്പൊ ആ തടി വെച്ചിട്ട് ഒരു ഇതങ്ങ് സെറ്റ് അങ്ങ് പണിഞ്ഞിട്ട് ഇനി അതിന് കുഷ്യനും സംഭവങ്ങളൊക്കെ ചെയ്യണം. ഇത് പക വീട്ടാനിട്ട് ഇതാണ് ഒരു ബെഡ്റൂം. മുഴുവൻ തുണികളാണ് അവസ്ഥ. അയ്യോ, ഇത് മോളുടെ ബെഡ്റൂമാണ്. ഇത് ഇവിടെ ആരും കിടക്കത്തില്ല, ഞങ്ങളുടെ അതുകൊണ്ടാണ് ആരും ഇല്ലാത്തൊരു ബെഡ്റൂമാണ്. ഞാന് കുറെ ദിവസം ഇവിടെ ഇല്ലായിരുന്നല്ലോ, ഇനിയും വേണം ഇതൊന്നും മടക്കാന്. ഈ തിരക്കൊക്കെ കൂടി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? അതൊന്നും കുഴപ്പമില്ല. ഈ പിള്ളേര് പരാതി പറയോ? ഇല്ല, അവർക്കത് ശീലമായി. മോന് 1.5 വയസ്സായപ്പോ മുതല് അവനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോകാൻ തുടങ്ങിയതാ. അവനതങ്ങ്. ഇവിടെ ഒരു TV യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ട്, ഇവിടെ ഇരുന്ന് വേണമെങ്കിലും TV കാണാറുണ്ട് ആരെങ്കിലും. ഇത് പിള്ളേര് ഗെയിമും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിരുന്നു ചെയ്യും. നൈസ്. ഓ, അതാ ഇവിടത്തെ ഊഞ്ഞാല് കേട്ടോ. മോളത്തെ ഊഞ്ഞാല്. ഇത് പണിയിപ്പിച്ചെടുത്തായി ഊഞ്ഞാല്? പണിയിപ്പിച്ച തടി നമുക്കുണ്ടായിരുന്നു, ആ തടി വെച്ചിട്ട് പിന്നെ ഈ കൊളുത്ത സാധനങ്ങളൊക്കെ പുറത്തുനിന്ന്. അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് അതും പിന്നെ ഉണ്ടാവുമല്ലോ വരുന്നത് ഫുള്ള് പൊളിക്കല്ലേ. അപ്പൊ അവിടെ പോയിക്കുന്ന തടികളൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ, സ്വാഭാവികം. അതാ ചെയ്ത ചേട്ടൻ ശരിക്കും കാണണം, സമ്മതിക്കണം. ഇത് മോളുടെ ബെഡ്റൂം. സൈക്കോളജിക്കൽ മൂവ്, വലിയ വിൻഡോ ഒക്കെ വെച്ച് ആള് സെറ്റാക്കി വെച്ച് പുള്ളിക്കാരി ഇനി പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മുടെ അനുവാദം ഒന്നും വേണ്ടല്ലോ. ഇത് പൊളിച്ചങ്ങ് ഇറങ്ങി പോവാലോ. മോളെ പറ്റി നല്ല അഭിപ്രായമാണല്ലോ. എനിക്ക് നല്ല അഭിപ്രായമുള്ള എന്റെ മോളാണല്ലോ. മക്കളിലെ ആർക്കാരുടെ സ്വഭാവം എന്ന് ചോദിച്ചാൽ എന്ത് പറയും?
രണ്ടുപേർക്കും എനിക്കൊന്ന് ഏട്ടനെ പോലാണ്. ഏട്ടനെ ഒരുപാട് അടുത്ത് കഴിഞ്ഞാൽ കുറേ സംസാരിക്കത്തുള്ളൂ. ഞാൻ പെട്ടെന്ന് എല്ലാവരുമായിട്ട് പെട്ടെന്ന് സംസാരിക്കും. എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു പരിചയം മതി, നമ്മൾ പിന്നെ അവരുമായിട്ട് അങ്ങ് ഭയങ്കര. പക്ഷെ ഏട്ടനെ ആളിനെയൊക്കെ നോക്കി കറക്റ്റ് ആണോ എന്നൊക്കെ എല്ലാവരും ഒന്ന് സ്റ്റഡി ചെയ്തിട്ടൊക്കെ പുള്ളി. അതുപോലാണ് അവർ രണ്ടുപേരും. കുറച്ചൊന്നും മാറി നമ്മുടെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. പേരെന്താ? കൃഷ്ണപ്രിയ ശബരിനാഥ്. അച്ചുന്നും അമ്പാടിന്ന് വിളിക്കും. ഇതും കൊള്ളാട്ടോ സ്പേസ്. ഇത് പെട്ടെന്ന് ചാടിപ്പോവാൻ വേണ്ടി അതാ ഞാൻ പറഞ്ഞേ. അല്ല അവിടെ ഷട്ടറും ഉണ്ട് സംഭവം മേലേ. നമുക്ക് ഷട്ടർ റിമോട്ടാ. ഇത് ഷട്ടറാ. അപ്പൊ ഈ റിമോട്ടിൽ ഷട്ടർ ഇടുവാണെങ്കിൽ സേഫായി കിടന്നുറങ്ങാൻ. ഓക്കെ നൈസ്. ഇവിടെ ഈ പറമ്പൊക്കെ നിങ്ങളുടെ? ആ പറമ്പല്ല, ഇവിടുന്ന് തെക്കോട്ട്. ഈ പറമ്പ് ഈ കാണുന്ന അങ്ങോട്ട് അങ്ങോട്ട് നമുക്ക് വെളിയിൽ ഇറങ്ങി ഇവിടെ ഇറങ്ങിയിട്ട് കാണാം. റിച്ച് പീപ്പിൾ 5-6 കണ്ടുള്ളതിന് കണ്ടെന്നൊക്കെ പറഞ്ഞ എന്താ സ്ഥലം എന്നൊക്കെ പറഞ്ഞ അസറ്റാ. എന്നാ അങ്ങോട്ട് എറണാകുളത്തേക്ക് വന്നിട്ട് 1 സെന്റിന് വില നോക്കി. അത് എറണാകുളം. അതെ ആലപ്പുഴ ഈ കായംകുളം എറണാകുളം വലിയ സമയമൊന്നും വേണ്ട, അതൊക്കെ അങ്ങ് മാറും അല്ലെ. ഇപ്പൊ നമ്മളെല്ലാരും ഇരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു സെറ്റപ്പ്. ഇവിടെ വന്നിരിക്കാറുണ്ടോ നിങ്ങൾ? ആര് വന്നാലും നമ്മൾ ഇവിടെ ഇരിക്കുന്നേ. ഇപ്പൊ ഈ ശ്രീകല ചേച്ചിയൊക്കെ ഇല്ലേ, ഇനി വേറെ ഉണ്ട് 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ വരുമ്പോഴേ സുനിൽ, നീര, അങ്ങനെ സുല്ലണ്ണൻ, നീര, അങ്ങനെ കുറെ പേരുണ്ട്. അപ്പൊ അവരൊക്കെ വരുമ്പോ നമ്മൾ ഇവിടെ ഈ കോമഡി ആർട്ടിസ്റ്റുകളില്ലേ, നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതില് ചേച്ചിക്ക് രശ്മി ചേച്ചിക്ക് ഭയങ്കര അടുപ്പമുള്ള ആളുകളായിരിക്കാം, ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ്? എനിക്ക് ശത്രുക്കളില്ല, എല്ലാവരും ഉണ്ടാവില്ലല്ലോ. എല്ലാരും നല്ല അടുപ്പമാണ്. പാവം എല്ലാരും അങ്ങ് സെറ്റ് ആയിക്കോളും. ഞാൻ പറഞ്ഞ എന്നാലും ഭയങ്കര ക്ലോസ് അല്ലേ, നമ്മളിപ്പോ എന്ത് കാര്യം വന്നാലും വിളിക്കുന്ന. സീമ ചേച്ചി വരും, എന്ത് കാര്യം ഉണ്ടായാലും സീമ ചേച്ചി. സീമാജി ചേച്ചി. പിന്നെ സ്നേഹ വരും, എന്റെ എല്ലാ കാര്യങ്ങൾക്കും അവള് വന്നിട്ടുണ്ട്. സ്നേഹ വരും. പിന്നെ ആരാ, അനി ജോസഫ് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാരും കിട്ടും. പിന്നെ ഹർഷയുണ്ട്, നന്ദനയുണ്ട്, അത് തിരുവനന്തപുരത്ത്. ഈ പ്രോഗ്രാം ഒക്കെ ആയിട്ടെ കുറെ സ്ഥലങ്ങളിൽ പോലും. അങ്ങനെ എത്ര സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് പ്രോഗ്രാമുകൾ? അറബ്, ഈ UAE ആ ഭാവം എല്ലാം കവർ ചെയ്തു. പിന്നെ കെനിയ പോയി, ആഫ്രിക്ക. ഇനിയിപ്പോ ഒരു അമേരിക്ക വന്നിട്ടുണ്ട്. ഭാഗ്യമുണ്ട്, യോഗം ഉണ്ടെങ്കിൽ പോ. പ്രോഗ്രാമുകൾക്ക് പോകുമ്പോ എല്ലാ പ്രോഗ്രാമും നമ്മൾ വിചാരിച്ച പോലെ സക്സസ്ഫുൾ ആവൂലല്ലോ, ചില സമയത്ത് കയ്യിന്ന് പോവുമല്ലോ. അങ്ങനെ കയ്യിന്ന് പോയ സിറ്റുവേഷൻ? ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ നമ്മൾ പോയ ഒരു ഷോയും മോശമായി പോയിട്ടില്ല. എല്ലാം നല്ല ഹാൻഡിൽ ചെയ്ത് എങ്ങനെ വേണേലും ചാടി വീണ അങ്ങനെ ഒരു ടീം ആയിരിക്കുമല്ലോ നമ്മൾ പോകുമ്പോ തന്നെ. എവിടെങ്കിലും ഒന്ന് ഡൗൺ ആവുമ്പോ അടുത്തത് കേറി സെറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ വന്നാൽ ടെൻഷൻ ഉണ്ടാ? എനിക്ക് പ്രോഗ്രാം തീരുന്നിടം വരെ ടെൻഷനാ. തുടങ്ങിക്കഴിഞ്ഞ് സ്കിറ്റ് കളിച്ച് അല്ലെങ്കിൽ ആ ഷോ ഫുൾ. അതിനൊക്കെ കോമഡി സർക്കസ് എന്ന പ്രോഗ്രാം ഉണ്ട്. അത് നമുക്ക് വിചാരിക്കാത്ത കാര്യം ജഡ്ജ്മെന്റ് നിങ്ങൾ ചോദ്യം ഉണ്ടായിരുന്നു. അത് MG സുമാറിയായിട്ട് സർക്കസിനകത്ത് MG സുമാറിയായിട്ട് ഇങ്ങനെ ഒരു ഇത് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൽ അപ്പോഴുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അവർ അന്നേരം നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കും, നമ്മൾ അതിന് മറുപടി അപ്പൊ കൊടുക്കണം. അങ്ങനായിരുന്നു. ചേച്ചിക്ക് പ്രശ്നമില്ലല്ലോ, ചേച്ചിക്കായിട്ട് അപ്പൊ തന്നെ കൊടുക്കുമല്ലോ. അതാ നമ്മള് കേൾക്കുന്ന ഏത് സെൻസാന്ന് പോലും നമ്മൾ എടുക്കുന്നത്, അപ്പഴേ മറുപടി റെഡി. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലെന്ന്. ചേട്ടനാണ് കൂടെ പോകുന്ന പരിപാടിക്ക്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും മാറിയിരിക്കും, പിള്ളേരും അമ്മമാരും അല്ലേ? അവരൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ശരി, നമുക്കെന്നാ താഴത്തോട്ട് പോയാല. ഇവിടെ മുകളിലേക്ക് വേറെ സ്പേസ് ഉണ്ടോ? കരിയും. അതാണ് ആ കാവ് എന്ന് പറഞ്ഞല്ലേ? ഇതേ പഞ്ചാരമണല്. പഞ്ചാരമണലൊന്നും അവിടെ കാണാൻ കിട്ടാത്തോണ്ടേ നല്ല ഏരിയ. വൈകിട്ടൊക്കെ ഭയങ്കര ആംബിയൻസ് ആയിരിക്കും ഇവിടെ ഇരിക്കാൻ. നല്ല കാറ്റും. മേളിലൊരു കൂരയുണ്ട്, അത് സെപ്പറേറ്റ് നമുക്ക് എന്തെങ്കിലും ഉണക്കാനൊക്കെ വെക്കാനായിട്ട്. അതങ്ങ് നമ്മളൊരു റൂമാക്കി ഒരു കുഞ്ഞ് സെറ്റപ്പ് ആക്കി. മനസ്സിലായി, ചെറിയ റൂം പോലെ. ഇവിടെ ഇന്ന് നമ്മുടെ പറമ്പ് കാണാം. ഇതെന്തിനാ ഇവിടെ ഒരു കമ്പി? അത് ചുമ്മാ ഇട്ടേക്കും. അത് ആണോ? ചുമ്മാ ഏട്ടൻ ഒരു പുള്ളി ഒരു നേരം പോക്കിന് ഇട്ടേക്കുന്ന. കണിക്കുന്നല്ലേ ഇത്? കണിക്കുന്ന സാധാരണ ഒക്ടോബറിലൊക്കെ പൂക്കേണ്ടതാണല്ലോ. ഏപ്രിലിൽ വെച്ച് ബാക്കി സമയങ്ങളിൽ മുഴുവൻ പൂക്കുന്ന കണിക്കുന്ന എന്തുകൊണ്ടാണ് ഇത് പൂക്കാത്തത്? അല്ല ഞങ്ങളുടെ നിറയെ പൂവായിരിക്കും. നെക്സ്റ്റ് ഡേ പുറത്ത് 2 ഊഞ്ഞാല്. പുതിയ വണ്ടിയാ? പുതിയ വണ്ടിയാ. അതേത് വണ്ടി? ഇലക്ട്രിക് അല്ലേ? ഇലക്ട്രിക് മഹേന്ദ്ര XUV. എപ്പോ വാങ്ങിച്ചു? അത് ചിങ്ങോന്നിന്.
പുതിയ കാറ്, നമ്മൾ പഴയ പരസ്യത്തിലൊക്കെ പറയുന്ന പോലെ പുതിയ വീട്, പുതിയ കാറ്, കലക്രയും കൽപ്പന, പുതിയ ഞാന് എന്തെങ്കിലും പറയണ്ടില്ലേ? പുതിയ ചേട്ടൻ അല്ല അങ്ങനെയല്ല, പഴയ ചേട്ടൻ തന്നെ പുതിയ ലുക്ക്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ പൊന്നോ, പൊളിറ്റിക്കലി ഇൻകറക്റ്റ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ ഉണ്ടല്ലോ, ടെൻഷൻ ആവാറുണ്ടോ? ഓ എന്തിനാണ് ഞാൻ എന്തിനാണ് നമ്മൾ അങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? സൂക്ഷിച്ചു. അതെ, ഇനി മറിഞ്ഞു പോണ്ടെന്ന്. അതെ, അല്ല ഞാൻ തന്നെ ഞാൻ കാലിന് എന്ത് പറ്റിയതാ? കാലൊന്ന് ഷീറ്റ് കൊണ്ടുപോകും. അതെന്താന്നറിയോ, ഒരു ഷീറ്റ് അപ്പൊ ചെറിയ പണി നടക്കുന്നുണ്ട്. ഷീറ്റ് താഴെ ഷീറ്റ് മേലോട്ട് നമ്മൾ താഴെ ഒരു ഷീറ്റ് അധികം വന്നേ, അതപ്പോ അത് കെട്ടി മേളിലേക്ക് ഇടാൻ പോയി. ആ മേളിലേക്ക് ഇടേണ്ട ഷീറ്റ് താഴേക്ക് വന്ന് ഇവിടെ വെച്ചേക്കുന്നത് താഴ്ത്തി വെക്കേണ്ട വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇവിടെ ഒരെണ്ണം താഴെ. പക്ഷെ ഇതല്ലേ കുറച്ചും കൂടെ വലുത്? അതും വലുതാ, കണ്ടില്ല? ഇത് രണ്ടാമത്തെ അവാർഡ് കിട്ടിയത്. ക്ലാരിറ്റി വലിയതായിട്ട്. ഇത് രണ്ടാമത്തെ അവാർഡ്, ഇത് ഫസ്റ്റ് കിട്ടിയത്. ഫസ്റ്റത്തെ ഇത് ഇതിന്റെ അല്ലേ താഴ്ത്തി വെച്ചേക്കുന്നത് ഉള്ളത്? ഇത് കൊറേ ഉണ്ടല്ലോ. എന്താ ഇത്, കൊറേ സാധനങ്ങളുണ്ടല്ലോ. ഇനി ഇവിടെ ഫുള്ള് ഫില്ല് ചെയ്യാൻ മാത്രമാണല്ലേ? ഇനിയുണ്ട്, ഇനി ഫില്ല് ചെയ്യണം. കുറെ സാധനങ്ങളൊക്കെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിന് സമയം കിട്ടിയിട്ടില്ല. ഇനി ഭിത്തി കഴിക്കാനൊക്കെ ഒരു മടിയായോണ്ട് ഇങ്ങനെ. ഈ പുറത്ത് ഇങ്ങനെ ഈ ഗ്രില്ല് പോലെ ഇട്ടേക്കുന്ന എന്തിനാ? അതാരും കേറാതിരിക്കാൻ. ഓ അല്ല, ഓക്കെ ശരി. ഓ ശരി ശരി. ഇതിവിടെ ഷട്ടർ ഇല്ലല്ലോ? ഷട്ടർ ഇല്ല. നൈസ് നൈസ് നൈസ്. ഈ വീടൊക്കെ ആര് ക്ലീൻ ചെയ്യും? അങ്ങനൊന്നും ഇല്ല, ഞങ്ങള് ഇന്ന് അല്ല ഇടയ്ക്ക് ആരെങ്കിലും വിളിക്കും, നമ്മൾ ഇട സമയത്ത് ആരെങ്കിലും വിളിച്ച് ഞാനിവിടെ നിന്ന് ഇങ്ങോട്ട് വരുമോ ചെയ്യാനായിട്ട്? ഇപ്പൊ കണ്ടല്ലേ ശ്രീകല ചേച്ചിയുടെ ഹസ്ബൻഡ് ആണ് കാശിയേട്ടൻ. ആണോ? മിണ്ടിയില്ലെന്നേ ഉള്ളല്ലേ? ചേട്ടന് ഇവിടെ ഉണ്ടായിരുന്നു. എന്താ വണ്ടി കാണണ്ടേ നമുക്ക്? പുതിയ വണ്ടി ഇതിങ്ങനെ കെട്ടിയ പൊട്ടൂലേ? ഏതിങ്ങനെ കണക്ട് ചെയ്ത് കെട്ടിയ ഊഞ്ഞാല് കയറിലങ്ങനെ? ആടണോ? ആടാ ഏട്ടാ വണ്ടി ഞാൻ മാറ്റിത്തരാം. വണ്ടി ഞങ്ങളെല്ലാം ആടുന്ന വീഴത്തില്ല. നല്ല സുഖം ആടായിട്ട്. സ്പ്രിങ്ങിനകത്ത് നമ്മളിങ്ങനെ ഊഞ്ഞാട് നടക്ക് തോന്നുന്നു. ആ കയറിങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ എറണാകുളത്ത് ആട്ടിട്ടേ ഉള്ളു കാര്യമൊന്ന്. വണ്ടി ഓടിക്കോ ചേച്ചി? പിന്നെ അതെന്താ അത് പറഞ്ഞപ്പോ ഒരു അതെന്താ ചേട്ടാ ഓടിക്കില്ലേ? ഞാനേ ഡ്രൈവിങ് പഠിക്കാൻ പോയേ. അത് പിന്നെ ഡ്രൈവിങ് പഠിക്കാൻ പോയത് മറ്റേ ഇതിനായിരുന്നു. ഇപ്പൊ പറയല അയ്യരിൻ അറേബ്യ, ആ സിനിമയില് ഡ്രൈവ് ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ അതിന് നമ്മുടെ ഇവിടെ ഒരു അച്ചായനുണ്ട്, പുള്ളിക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച്. അപ്പോൾ പുള്ളി ടെസ്റ്റ് എഴുതിയില്ല, ലേണേഴ്സൊക്കെ എടുത്ത് വെച്ച്. അപ്പോൾ പഠിച്ചെല്ലാം റെഡി ആയെന്നാ എൻ്റെ വിചാരം. എനിക്കപ്പോൾ ഫസ്റ്റ് ഇടാനറിയാം, സെക്കൻഡ് ഇടാനറിയാം, തേർഡ് ഇടാനറിയാം, ഗിയറൊക്കെ മാറ്റാനൊക്കെ അറിയാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരൊരു നാനോയാ തന്നത്. ഞാൻ വലിയ നേരത്തെ അകത്തോട്ട് ഇരുമ്പോൾ അവിടെ ഫസ്റ്റും ഇല്ല, സെക്കൻഡും ഇല്ല, ഗിയറും ഇല്ല, ഒന്നുമില്ല. ഓട്ടോമാറ്റിക് വണ്ടി എടുത്ത് കൈ തന്നിട്ട് ഓടിക്കാനെന്ന്. ഞാൻ എങ്ങനെ ഓടിക്കും? എനിക്കറിയത്തില്ല. ചോദിക്കായിരുന്നില്ല എങ്ങനെ ഓടിക്കും? അവരുടെ അടുത്ത് ചോദിച്ചിട്ട് അവർ പറഞ്ഞു ഓടിച്ചോളാൻ പറഞ്ഞു. അവസാനം അവർ എന്നെ അകത്ത് കയറ്റി എടുത്തിട്ട് തള്ളിത്തന്ന്. ആർട്ടിലെ ചേട്ടന്മാരല്ല അവിടെ തള്ളി താഴണം. ശ്രീലതാമ്മയുണ്ടല്ലോ, ശ്രീലതാ നമ്പൂതിരി, ശ്രീലതാമ്മയായിരുന്നു അവിടെ നിൽക്കുന്നത്. എൻ്റെ വരവ് കൊണ്ടത് എൻ്റെ അമ്മ എൻ്റെ മുട്ടേന്ന് അയ്യറിന്റെ അമേരിക്ക കാണുമ്പോൾ ശ്രദ്ധിക്കണം. ആ വണ്ടി തള്ളുന്നതാണ്. അപ്പൊ ഓടിക്കാൻ പഠിച്ചിട്ടില്ല. ഏട്ടന് ധൈര്യം ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ എപ്പോ ഇത് ഓടിച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പൊ ഓടിക്കാം. ഏട്ട ധൈര്യം ഉണ്ട്. അതെ കേട്ടോ കേട്ടോ, അത് വല്ലതും കേട്ടോ. നിന്റെ കൂടെ താമസിക്കുന്നില്ലേ, അതിലും വലിയ എന്ത് ധൈര്യം? ഭയങ്കര അഭിപ്രായമുള്ള. എങ്ങനെ എനിക്ക് കുറെ ആങ്ങളമാരുണ്ട്, ഭയങ്കര എന്നെ അങ്ങ് വെക്കും. നീ കൊച്ചിനെ ഒന്ന് ആട്ടെ ഏട്ടാ, ഇവക്ക് നല്ലൊരു അയ്യോ കാലും ഒരാഴ്ചയായിട്ട് ഒരു ഉണ്ട ഇട്ട് കൊടുക്കാം. എനിക്ക് അതിന്റെ ആവശ്യമില്ല, ഞാൻ ചടിക്കെടുക്കണം.
രാജേട്ടൻ നല്ല നല്ല ഉണ്ടായിരുന്ന ആളാ. ഉണ്ടയിടാന്ന് പറഞ്ഞാ ഉണ്ടയിടാന്ന് വെച്ചാ വാ, രാജേട്ടൻ വാ. അല്ല അതിന്റെ ആവശ്യമില്ല. രാജേട്ടനെ പരിചയപ്പെടുത്തില്ല. കാലിന് നല്ല നീട്ടം രാജേട്ടനെ ഉണ്ട്. പരിചയപ്പെടുത്തില്ല. ദൈവമേ, ഇത് കുലുങ്ങുന്ന രാജേട്ടനെ പരിചയപ്പെടുത്തിയ പകുതിയിലെ പരിചയപ്പെടുത്തുള്ളൂ. ഇത് പകുതി പൊട്ടില്ലാന്ന് ഉറപ്പാണോ? ഇല്ല, പൊട്ടത്തില്ല, പൊട്ടത്തില്ല, പൊട്ടത്തില്ല പൊട്ടത്തില്ല. ധൈര്യം തരുന്നു. ചേച്ചി ചേട്ടൻ ആള് ശരിയല്ല കേട്ടോ. പൊട്ടത്തില്ല നടക്കുന്നുണ്ട്. പൊട്ടത്തില്ല ധൈര്യമായിട്ടാണ്. ആരൊക്കെ ആടിയിട്ടുണ്ട്? എല്ലാരും ഉണ്ട്. രാജേട്ടൻ എല്ലാരും ആടിയതാ. ആ ഇല്ല കേട്ടോ. ഇപ്പൊ ഒരു രസമൊക്കെ ഉണ്ട്. ധൈര്യമായിട്ടിരിക്കേ. കിറുറാന്ന് സൗണ്ട് ഇഷ്ടപ്പെട്ടില്ലേ? മേലായിട്ടുള്ള ഇഷ്ടപ്പെട്ടില്ലേ? ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ട്. അല്ല അങ്ങനെ ഉരുട്ടിയിടാൻ നോക്കുവാണ്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ നന്നായിക്കോളാം. എനിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അതെ, ഞാൻ ശരിക്കും നന്നാവുന്നു. ഈശോയെ മോനെ, ആദ്യമായിട്ടായിരിക്കും മാറിക്കോട്ടെ. ഇന്റർവ്യൂവിന് വന്ന ഒരാളെ ആട്ടി വിടുന്ന ആദ്യമായിട്ടായിരിക്കും അല്ലേ? ആദ്യമായിട്ടൊന്നുമില്ല, ആട്ടക്കിടക്ക് കിട്ടാറുണ്ടല്ലോ. ഞാനൊന്ന് ആട്ടി വിട്ടേക്കാം അവളെ. അമ്മേ, ഇത് പൊട്ടിയാ നേരെ കൊച്ചിയിലെ ചേച്ചി. ആട്ടെന്നൊക്കെ പറഞ്ഞ ഇതാണ് ആട്ട്. ഒരു ഒന്നൊന്നര ആട്ടായി. നിർത്തട്ടെ കുട്ടികളെ. ഇത് നിർത്തണമെങ്കിൽ കുറച്ച് സമയം എടുക്കൂട്ടാടാ. അല്ലിപ്പൊ എന്റെ ഇന്റർവ്യൂ ആണോ? എന്താ എന്റെ ഇന്റർവ്യൂ ആണോ? ഇല്ല, ഇതിപ്പോ രസമായി. വേണമെങ്കിൽ നിങ്ങളൊക്കെ നല്ല സുഖല്ലേ സ്പ്രിങ്ങിനകത്ത്. യൂഷ്വൽ ഇതല്ല, നല്ല രസമുണ്ട്. ശരിയാട്ടോ, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ. ക്യാമറ ഞാൻ അതെ, ഇനിയിപ്പൊ എല്ലാരും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ ആട്ടിത്തരാം. ചേച്ചി എല്ലാരും വന്നേക്കണോന്ന്. ചേച്ചി എനിക്ക് ഞാൻ ആട്ടിത്തരാം. ഞാൻ ഇരിക്കണോ? ഇരുന്നു അങ്ങട് എന്നെ കേറ്റി ഇരുത്തുകയൊക്കെ ചെയ്യുന്നു. ഞാനിരിക്കണമെങ്കിൽ ഇച്ചിരി പാടുവേ. എന്റെ വെയിറ്റ് ഒന്ന് ഡോൺ ബോഡി ഷെയ്മ. എവിടെ ആട്ടില് പോരാ. അണ്ണ അണ്ണ മാണ്ണ അണ്ണ അണ്ണ വന്നൊന്ന് ആട്ടി. ഈ ആട്ടി പോരാ. ഈ അണ്ണനെ കാല് വയ്യ, അല്ലെങ്കിൽ ആ അണ്ണനെ കൊണ്ട് ഞാൻ ആട്ടിച്ചേനെ. രാശനം പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഞങ്ങളെ ഇല്ല, ഞങ്ങളുടെ ഇല്ലില്ല ഞങ്ങളുടെ ഉണ്ടമാൻ വന്നിട്ട് ഞങ്ങളുടെ ഒഫീഷ്യൽ ഞങ്ങളുടെ ഉണ്ടമാൻ വന്നു. ഉണ്ടമാൻ പേടമാൻ ഉണ്ടമാൻ വന്നു. ഞാന് ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ FB-യില്. രാജേട്ടന്റെ ആട്ടം. എവിടെ കഴിയോ? നിർത്തിക്കോ. കഴിഞ്ഞോന്നോ? ഞാനല്ല ഇടുന്നത്. നിർത്തണോ? ഈ മന്ദാരത്തിന്റെ കഥ അറിയാം. ഈ മന്ദാരത്തിനും കഥയുണ്ടോ? ഈ മന്ദാരത്തിന് ചേച്ചിക്കും ചേട്ടനും മാത്രമല്ല, മന്ദാരത്തിന് വരെ കഥയുണ്ട്. ഈ മന്ദാരം ഞാൻ നട്ട മന്ദാരോ. ഇതോ? അത് ഇത്ര പെട്ടെന്ന് വളരുവോ? 50 വർഷം മുമ്പ് നട്ടാണോന്നൊക്കെ. മന്ദാരം ഇങ്ങനെ അങ്ങ് വളർന്നു പോകും. നല്ല ഭംഗി കിട്ടോ. മന്ദാരം ആക്ച്വലി ഇത്രയും വലുതായിട്ട് ഞാൻ ആദ്യമായിട്ടാണ്. ഇതെല്ലാം കുരുവിട്ട് കളിപ്പിച്ചെടുത്ത്. അമ്മ കുരുവിട്ട് ചെറുതായിട്ട് കളിപ്പിച്ചിട്ട് ഇത് ഈ കണിക്കൊന്നയും അമ്മയെ കുരുവിട്ട് ഭാഗ്യം. ഞാൻ കുരുവിട്ടിട്ടത്. അതെ, ഞാൻ നട്ട അമ്മയില്ല, കുഴപ്പമില്ല. അമ്മ അടക്കില്ലാത്തൊരു കുഴപ്പമില്ല. ഞാനൊരു കുടുംബം ഉദ്ദേശിച്ചത്. അമ്മ ഇല്ലാത്തൊരു കുഴപ്പമില്ല. ആര് കുരുവിട്ടിട്ടാണെങ്കിലും സാധനം വളർന്നല്ലോ. നമ്മുടെ ആവശ്യം. തല്ലുപിടിക്കില്ല. അമ്മ പുകഴ്ത്തുന്ന കാര്യം എന്തിരിക്കുന്നു പരിപാടിയാട്ടാ. അതും അമ്മായിയമ്മേ, അത് ശരിയല്ല. അങ്ങനെ പറയല്ലേ, സ്വന്തമ്മയല്ലേ, പോട്ടെ. അല്ല, അത് ശരിയല്ല. മറ്റേ ഞാൻ സഹിക്കും. എനിക്ക് മനസ്സിലാവുന്നു. അത് അമ്മായിമ്മേനാണ് പുള്ളിക്ക് ഇഷ്ടം. തെറ്റു പറയാൻ പറ്റില്ല അല്ലേ? പാവം അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടില്ലേ? അല്ല, എന്റെ അമ്മ അത്. അതാ ഞാൻ പറഞ്ഞത്, അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ഈ പുള്ളിയുടെ അമ്മായിമ്മ തല പേർത്ത്. പോട്ടെ 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 കുട്ടാ. വെയിൽ കൊണ്ടിട്ടാണ് നമുക്ക് അകത്തേക്ക് വന്നത്. കാറിന് എത്ര വയസ്സുണ്ട്? വീടിന് 1.5 വയസ്സ്. കാറിനോ? കാറിന്റെ ഇപ്പൊ ചിങ്ങത്തില് ചിങ്ങം 1. മലയാള മാസം കന്നി തുല ആയതല്ലേ ഉള്ളൂ. അപ്പൊ 1 മാസം 1.5 മാസം ആയതേ ഉള്ളൂ. 1.5 മാസം 1.5 വർഷമായ വീടും 1.5 മാസമായ കാറും. ഇലക്ട്രിക് വണ്ടി എടുക്കാനുള്ള ചെയ്ത വികാരം എന്താ? ഓട്ടോ ഉള്ളതുകൊണ്ട് അങ്ങനെ എടുത്താ കാശ് കീശ ഓട്ടയാവണ്ടെന്ന് വിചാരിച്ചിട്ട്. ഒരു മാസം. ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്നത് എങ്ങോട്ടാ? തിരുവനന്തപുരം, എറണാകുളം സെയിം ആണ്. ഒരു ദിവസം തിരുവനന്തപുരം ആണെങ്കിൽ പിറ്റേ ദിവസം എറണാകുളം ആയിരിക്കും. അപ്പൊ ഞങ്ങള് ഒരു ദിവസം തിരുവനന്തപുരം ആണെങ്കിൽ പിറ്റേ ദിവസം എറണാകുളം ആയിരിക്കും. തെറ്റിപ്പോയ ആദ്യം മാച്ച് കളഞ്ഞേ. അയ്യോ, പിന്നെ അത് തന്നെ. തിരുവനന്തപുരം ആണെങ്കിൽ പിറ്റേ ദിവസം എറണാകുളം. എന്നെയും കൂടെ കൺഫ്യൂഷൻ ആക്കും. നമ്മൾ എറണാകുളമാണ് പോകുന്നത്. എറണാകുളം അങ്ങോട്ട്.
ഓക്കെ, എറണാകുളം. അപ്പൊ അതുകൊണ്ട് നല്ല ഓട്ടമുള്ള വണ്ടിയാണ് അല്ലേ? ആ, നല്ല ഓട്ടോ ഉണ്ട്. നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന സെലേറിയോ ആയിരുന്നു. അത് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്ത വണ്ടിയായിരുന്നു, ഡീസലായിരുന്നു. അപ്പൊ അതുകൊണ്ട് വലിയ ഒരു എന്നാലും നമ്മളൊരു മാസം എങ്ങനെ പോയാലും നല്ല വ്യത്യാസമില്ല. അതാണ്. അപ്പൊ പിന്നെ വിചാരിച്ചു ഇനി എടുക്കുമ്പോൾ ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് അതായിരിക്കും ലാഭം തോന്നി. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ലാഭം. അതാവുമ്പോൾ ഈ പെട്രോൾ അടിക്കുന്ന കാശ് മുതൽ CC അടച്ച് തീർക്കാനായിട്ട് പ്രത്യേകം പൈസ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. പെട്രോൾ ഏതാണ്ട് എത്ര രൂപ വ്യത്യാസം വരും? ഒരു ബഡ്ജറ്റ് ഇട്ടുണ്ടാവുമല്ലോ എന്തായാലും. അല്ല, നമുക്ക് എങ്ങനെ നോക്കിയാലും ഇപ്പോൾ CC എടുക്കുവാണെങ്കിൽ ഇപ്പോൾ പെട്രോൾ ആണെങ്കിൽ CCയുടെ പൈസ അടയ്ക്കണം. 10-30,000 രൂപയോളം പെട്രോൾ എങ്ങനെയാലും 10-20 കൂട്ടിയാലും തന്നെ 20,000 രൂപയായാലും ഒരു മാസം വരുന്നില്ലേ? അപ്പം പക്ഷെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു സാധാരണ പെട്രോൾ വണ്ടി ഡീസൽ വണ്ടി എടുക്കുന്ന കാശ് വരില്ലോ ഇലക്ട്രിക് വണ്ടി എടുക്കാൻ. കൂടുതലാണല്ലോ, നമുക്ക് മുതലാവാം. ഓട്ടോ ഉള്ളവർക്ക് ഏറ്റവും ബെറ്റർ. ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നവർക്ക് 2,500 രൂപയുടെ പെട്രോൾ അടിക്കണമെങ്കിൽ ചിലപ്പോൾ 600 രൂപ ഉണ്ടെങ്കിൽ സംഭവം പോയിട്ട് വരാൻ പറ്റും. അത്ര ചിലവ് നമുക്ക് വെളിയിൽ നിന്ന് ചാർജ് ചെയ്യണം. അത് വീട്ടിലാണെങ്കിൽ അത്രയും പോലും വരത്തില്ലെന്നാണ് തോന്നുന്നത്. അതായത് ഇതിന്റെ ഒരു 3 ഇരട്ടി പെട്രോൾ ചെലവ് അല്ലേ? പിന്നെ നമ്മുടെ പൈസ പോക്കറ്റിൽ തന്നെ ഇരിക്കും. മറ്റേ പെട്രോൾ ആകുമ്പോൾ നമ്മൾ ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ പൈസ എടുത്ത് പെട്രോൾ കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ അത് നമ്മുടെ കയ്യിലിരിക്കും. കയ്യിൽ നിന്ന് പൈസ ഒരുപാട് ചെലവാകത്തില്ല. ഇതിപ്പോ നമ്മൾ ഇവിടെ നമ്മൾ കുത്തിയിട്ടാൽ പോലും മന്ത്ലി അല്ലേ കറണ്ട് ചാർജ് വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഞെട്ടിയാ പോരെ. അല്ലാണ്ട് ഈ എക്സ്പെൻസ് ഒഴിച്ചു നിർത്തിയ പിന്നെ തോന്നിയിട്ടുള്ള പിന്നെ ഭയങ്കര കംഫർട്ടാണ്, സൗണ്ട് ഇല്ല, ഒച്ചപ്പാടും വെള്ളമൊന്നുമില്ല. അടുത്തൂടെ പോയ ഓൺ അടിച്ചു കൊടുത്തില്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ നടക്കും. അത് സത്യം. ചേട്ടൻ 8 വർഷം വരെ ഞാനപ്പോ വിചാരിച്ചേ പറ്റി പോയോ. പിന്നെ അൺലിമിറ്റഡ് കിലോമീറ്റർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 8 വർഷം വരെ വാറന്റി ഉണ്ട് ബാറ്ററിക്കും. അപ്പൊ അതുകൊണ്ട് മഹേന്ദ്രയുടെ ഇതാണോ നമ്മളത് മഹേന്ദ്രയുടെ പറഞ്ഞ ഇലക്ട്രിക്കിന്റെ പൊതുവെ പറയുകയാണ്. ഞാൻ മഹീന്ദ്രയെ കുറിച്ച് മിണ്ടിയിട്ടില്ല, നമ്മൾ ചേച്ചിയും മിണ്ടിയിട്ടില്ല, നമ്മൾ ഇലക്ട്രിക് വണ്ടിയെ കുറിച്ച്. അപ്പൊ ഇനി അടുത്തത് ചേച്ചിയുടെ ഇലക്ട്രിക് വണ്ടിക്കാര് പ്രൊമോഷൻ വരും. അതെ അതെ, ചേച്ചിക്ക് ഞാൻ ഒരു ജീവിതമാർഗം കൂടി തന്നിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഓരോ മാർഗം ഉണ്ടായിരുന്നു. അപ്പൊ ഏതാണ് നമ്മുടെ ഇന്റർവ്യൂ തീരാറായി. ഇനി ഇന്റർവ്യൂവിനെ കുറിച്ച് ഇന്റർവ്യൂറിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാണ്ടെങ്കിൽ പറഞ്ഞു. ഇങ്ങനെ ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇന്റർവ്യൂ ചെയ്തായിട്ട് വന്നിട്ടില്ല. ഇങ്ങനെ അത് എന്താ വെച്ചാ അതിപ്പോ ഞാനാണോ ഇന്റർവ്യൂ ചെയ്യുന്നത്, നീയാണോ ഇന്റർവ്യൂ ചെയ്യുന്നത്, മൊത്തത്തിൽ കൺഫ്യൂഷൻ. അത് നല്ല രീതിക്ക് എടുക്കണോ? നല്ലതാ കൊള്ളാം. ചേട്ടാ ഇങ്ങനെ നിക്കണമെന്നേ ഉള്ളു ഞാൻ. അത് പിന്നെ എനിക്കൊരു ശീലം. ചേട്ടൻ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അവിടെ പറഞ്ഞോട്ടോ. ഇല്ല, ഞാൻ ഇതൊക്കെ തന്നെ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ. ഒരു തൃപ്തി ഇല്ലാണ്ട് പറഞ്ഞ പോലെ സൂപ്പർ. അല്ല, എനിക്ക് പനിയുടെ ഒരു ചെറിയൊരു അതുകൊണ്ടാ കേട്ടോ പുള്ളിയുടെ ഉള്ളിൽ ഞങ്ങൾ വേഗം പോവാണ്. ഇതില്ല, പുള്ളിക്ക് പനിയുണ്ട്, പിന്നെ കാലിൽ 3 സ്റ്റിച്ച് ഉണ്ട്, അതുകൊണ്ടൊക്കെ ഉള്ളിന്ന് വരാത്തെ. വേറെന്തെങ്കിലും കുഴപ്പം? ഞങ്ങൾ പെട്ടെന്ന് നോക്കട്ടെ. ചേട്ടാ ഊണൊക്കെ കഴിച്ചാലേ ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. ഏട്ടന്റെ മുടി കളിച്ചെല്ലാരും ശ്രദ്ധിച്ചോ? അപ്പൊ ശ്രദ്ധിച്ചോ? മുടി കളിച്ച് ഇനി അതിന്റെ കൂടെ മുടി എങ്ങനെ കളിപ്പിച്ചു? PRP ട്രീറ്റ്മെന്റ് ചെയ്ത്. അപ്പൊ ഇത് PRP ആ ഡോക്ടർ ഡോക്ടറെ തട്ടി വിളിക്കണേ. പിന്നെ PRPക്ക് പ്രൊമോഷൻ. എന്തെങ്കിലും ഈ ഉടുപ്പിന് എന്തെങ്കിലും കൊളാബ്? അല്ലല്ല, ഇത് സ്വന്തമായിട്ട് പൈസ കമലൊക്കെ മാറ്റിയില്ല. മാറ്റി. അല്ല, അടിപ്പാനുണ്ടല്ലോ. എന്നാലും അതിപ്പോ ഞാനും അടിയിൽ ജീവിച്ചിട്ടില്ലേ എന്ന് വെച്ചാൽ ഇത് പൊക്കാൻ പറ്റുമോ? നമുക്ക് പോവാ, കുഴപ്പമില്ല. അങ്ങനെ ഇങ്ങനെ ഉരുളിക്ക് പേര് പോലെ എനിക്ക് റിപ്ലൈ കിട്ടാറില്ല. അപ്പൊ കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾ പോവാണ് ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. അപ്പൊ താങ്ക് യു ചേച്ചി. താങ്ക് യു കേട്ടോ. ഇനി നമുക്ക് പോയി വല്ലതും കഴിക്കാം.